നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. 3 വർഷം മുൻപ് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുമ്പോഴേ രാഷ്ട്രീയ സംഘടനയായ SDPIയെയും പൂട്ടുമോ എന്ന ചർച്ച സജീവമായിരുന്നു. PFIയുടെ സ്ലീപ്പർ സെല്ലുകൾ തകർക്കാൻ കേന്ദ്ര ഏജൻസികൾ തുടരെ നടത്തിയ റെയ്ഡുകളിൽ പ്രധാനമായും കേന്ദ്രീകരിച്ചത് കേരളത്തിൽ. SDPIയുടെ ദേശീയ പ്രസിഡന്റും മലയാളിയുമായ MK ഫൈസി അറസ്റ്റിലായതോടെ തീവ്രവാദത്തിന് PFIയുമായുള്ള പൊക്കിൽ കൊടി ബന്ധം ED വെളിപ്പെടുത്തുകയാണ്. PFI നിരോധിച്ചപ്പോൾ അറസ്റ്റിലാകാതിരുന്നവർ SDPIയിൽ ചേക്കേറി. തീവ്രവാദത്തിന് SDPIയുടെ ഫണ്ട് ഉപയോഗിക്കുന്നു. ഉള്ളിൽ ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനം, പുറമെ സാമൂഹ്യ സംഘടന. ഈ രീതിയിലുള്ള പ്രവർത്തനം. ഇങ്ങനെ പോകുന്നു EDയുടെ വെളിപ്പെടുത്തലുകൾ. SDPIയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് പോലും PFI ആണെന്നും ED. PFIയുടെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് SDPIയുടെ തലവൻ അറസ്റ്റിലാകുമ്പോൾ ചോദ്യം വീണ്ടും ഉയരുന്നു. SDPIയെ പൂട്ടുകയാണോ കേന്ദ്ര ഏജൻസികളുടെ ലക്ഷ്യം? ഡിബേറ്റിൽ ശ്രീ RV ബാബു, ശ്രീ അജ്മൽ ഇസ്മായിൽ SDPIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ശ്രീ മോഹൻ വർഗീസ്, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, ED വിശദമായ ഒരു പ്രസ് റിലീസ് തന്നെ ഇറക്കിയിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നത് PFIയും SDPIയും ഒന്ന് തന്നെയാണ് എന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ്. അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധിച്ച PFIയുടെ രാഷ്ട്രീയ സംഘടനയാണ് SDPI. പക്ഷേ PFIയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ അത് ഈ രാഷ്ട്രീയ സംഘടനയിലൂടെ മാത്രമല്ല മറ്റ് പോഷക സംഘടനകളിലൂടെയും നടപ്പാക്കുക എന്നത് PFI തന്നെ അവരുടെ ഓർഗനൈസേഷൻ ആൻഡ് പാർട്ടി, ക്ലാരിറ്റി അബൌട്ട് ഓർഗനൈസേഷൻ ആൻഡ് പാർട്ടി എന്നുള്ള ഡോക്യുമെന്റിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നും ED വ്യക്തമാക്കുകയാണ്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ തീവ്രവാദ പ്രവർത്തനത്തിന് SDPIയെയും ഉപയോഗിക്കുന്നു. PFI നിരോധിച്ച ശേഷം ആ രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് എന്നാണ് EDയുടെ ഈ വാർത്താക്കുറിപ്പിന്റെ രത്നചുരുക്കം. താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എന്താണ് EDയുടെ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ ഈ നീക്കത്തിന് പിന്നിൽ? കേന്ദ്ര ഏജൻസികളുടെ നീക്കത്തിന്, പ്രത്യേകിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഈ നീക്കത്തിന് പിന്നിൽ ഇപ്പോൾ ലഭിച്ച ചില രേഖകളാണ്. ആ രേഖകൾ ലഭിച്ചിട്ടുള്ളത് യൂണിറ്റി ഹൗസ് കോഴിക്കോട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് റെയ്ഡ് ചെയ്തപ്പോൾ ലഭിച്ച ഡോക്യുമെൻ്റ് എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു ഡോക്യുമെൻറ്റിൽ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതൊരു പ്രസ് റിലീസിൻ്റെ രൂപത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വെളിയിൽ വിടുകയാണ്. അതിനകത്ത് ഈ കോൺസെപ്ച്വൽ ക്ലാരിറ്റി അബൌട്ട് ഓർഗനൈസേഷൻ ആൻഡ് പാർട്ടി ഒരു സങ്കല്പപരമായ ഒരു കോൺസെപ്റ്റാണ്. ഇതൊരു SDPI എന്ന് പറയുന്നതും പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നതും ഒക്കെ ഒരു പ്രത്യേക ആദർശ ലക്ഷ്യങ്ങളുള്ള ഒരു കോൺസെപ്ച്വൽ എൻറ്റിറ്റി. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ആയി ഒരുപക്ഷെ SDPIയെ കാണാം, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. അപ്പോൾ അതിനകത്തൊരു മുസ്ലിം എന്നൊരു പദപ്രയോഗം അതിനകത്ത് വരുന്നില്ല. പോപ്പുലർ ഫ്രണ്ട് എന്നത് കുറച്ചുകൂടെ ഒരു ഫ്രോണ്ടൽ ഓർഗനൈസേഷൻ എന്ന രീതിയിലും കാണാം. അപ്പോൾ ഇതിനെക്കുറിച്ച് അംഗങ്ങൾക്കും ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്കും ക്ലാരിറ്റി ഉണ്ടാകാനായി സംഘടനയുടെ ഭാഗത്തു നിന്ന് തന്നെ അച്ചടിച്ചിറക്കിയ ഒരു കോൺസെപ്റ്റ് നോട്ട്. ആ കോൺസെപ്റ്റ് നോട്ടിൽ വ്യക്തമായി പറയുന്ന 3-4 കാര്യങ്ങളാണ്. അതിലൊരു കാര്യമെന്ന് പറയുന്നത് ഓർഗനൈസേഷൻ is an Islamic movement in India in every sense, giving prime priority to resistance. റെസിസ്റ്റൻസിന്, അതായത് പ്രതിരോധത്തിന് പരമാവധി, അത് കായികമാണോ സൈനികമാണോ എന്ന് പറയുന്നില്ല, പക്ഷേ പ്രതിരോധ ഘടനകൾ ഒരുക്കുന്ന ഒരു ഇസ്ലാമിക പ്രസ്ഥാനം എന്ന നിലയിൽ തന്നെയാണ് അതിനെ. പക്ഷേ രണ്ടാമത്തെ ഉദ്ദേശ ലക്ഷ്യത്തിൽ കൃത്യമായിട്ട് കായികമായിട്ട് തന്നെ പ്രതിരോധിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് വി അപ്ഹോൾഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ജിഹാദ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഫോംസ് ഓഫ് ഡിഫൻസ്, ഫിസിക്കൽ, അജിറ്റേഷണൽ, ലീഗൽ ആൻഡ് ഐഡിയോളജിക്കൽ. ഇതെല്ലാം PFIയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പക്ഷേ ഇങ്ങനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇസ്ലാമിക് മൂവ്മെന്റ്, ഇതിൽ we give top priority to the organizational activity. Party and frontal organizations are ways to achieve ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അതായത് ഈ PFI എന്ന പ്രസ്ഥാനത്തിൻ്റെ, ഇപ്പോൾ നിരോധിക്കപ്പെട്ടതാണല്ലോ, PFIയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതിന് പാർട്ടിയുമുണ്ട്, അല്ലെ, രാഷ്ട്രീയ പാർട്ടിയുമുണ്ട്, മറ്റ് പോഷക സംഘടനകളുമുണ്ട്, ഫ്രണ്ടൽ ഓർഗനൈസേഷൻസിനുമുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിൽ പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് SDPI ആണ്. ഇതാണല്ലോ ED പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ജിഹാദി ആക്ടിവിറ്റീസ് ഇതും SDPIയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അല്ലെങ്കിൽ PFIയുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് SDPI എന്ന്, അല്ലെ? പരസ്പരം വേർതിരിച്ച് കാണാനാവാത്ത രീതിയിൽ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് നിർവഹിക്കാൻ, ഒന്ന് രാഷ്ട്രീയ പ്രസ്ഥാനം, രണ്ട് ഒരു സന്നദ്ധ സംഘടന, ഈ രണ്ട് രൂപത്തിലാണ്.
അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം അതായത് ജിഹാദ് എന്ന് പറയുന്നതിന് കൂടുതൽ ഇൻ്റർപ്രിട്ടേഷൻ ആവശ്യമില്ല എന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് നോട്ട് വരുന്നത്. കാരണം ഒരു ഹോളി വാർ എന്ന രീതിയിൽ അത് റെസിസ്റ്റൻസിൻ്റെ ഘടനകളെ ഒരുക്കുക എന്നതാണ്. അത് ഇതിനെ തുടർന്നുകൊണ്ട് പാർട്ടി ആൻഡ് ഫ്രോണ്ടൽ ഓർഗനൈസേഷൻസ് ആർ വേസ് ടു അച്ചീവ് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, സംഘടനാപരമായ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് ഒരു പക്ഷേ ഡിഫൈൻഡ് ആണ്. ആ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആശയക്കുഴപ്പം. അപ്പോൾ പല കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് 2047 എന്തൊക്കെയാണ് സംഭവിക്കാനുള്ളത്, ഓരോ വർഷം ഇയർ മാർക്ക് ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ ഘടന എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനം, അതാണോ ആത്യന്തികമായ ഒബ്ജക്റ്റീവ്സ്? ഇത് അറ്റൈൻ ചെയ്യാനുള്ള മീൻസ് അല്ലെങ്കിൽ എൻറ്റിറ്റീസ് ആയി അതിനെ കാണുന്നു. അഞ്ചാമത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇന്റേണലി we introduce ourselves as an Islamic movement while externally as a social movement. അപ്പോൾ ആഭ്യന്തരമായി ഒരു ഇസ്ലാമിക ഒരു മൂവ്മെൻറ്റ് തന്നെയാണ്, പക്ഷേ ഒരു ഇസ്ലാമിക പരിപ്രേക്ഷ്യമില്ലാത്ത ഒരു സാമൂഹിക സംഘടന എന്ന രീതിയിൽ സാമൂഹികമായി നമ്മളെ പൊസിഷൻ ചെയ്യുന്നു. ഇതെല്ലാം വെളിയിൽ കാണുമ്പോൾ ഒരു സാമൂഹ്യ പ്രസ്ഥാനം, പക്ഷേ ഉള്ളിൽ ഒരു ഇസ്ലാമിക സംഘടന എന്ന രീതിയിൽ. ഇതാണ് ഇവരുടെ. അപ്പം ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെ ആണ് എന്നും ഇതിനുവേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വളരെ കാര്യമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തുകയും അതുപോലെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് PMLA അനുസരിച്ച് 61 കോടി രൂപയാണ് പല സമയങ്ങളിലായി പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തിയത്. അതിൻ്റെ ഒരു ഭാഗം SDPIക്ക് ലഭിച്ചു എന്നതിൻ്റെ നിർണായക രേഖകളാണ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 4 കോടിയോളം രൂപ ഇപ്പോൾ അറസ്റ്റിലായ SDPIയുടെ ദേശീയ പ്രസിഡന്റ് MK ഫൈസിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടതോ അല്ലെങ്കിൽ എത്തിച്ചേർന്നതോ ആയ കണക്കുകളാണ്. ഇവിടെയാണ് ആ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കുമെന്ന രീതിയിലുള്ള ഒരു നിഗമനങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത് സംഭവിച്ചിരിക്കുന്നു. പക്ഷേ ശ്രീ RV ബാബു, ഇത് നേരത്തെയും ഈ കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികൾ പറഞ്ഞിട്ടുള്ളതല്ലേ? ഇപ്പോൾ 2022 PFIയെ നിരോധിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയം എന്ന് പറയുന്നത് ഇതാ SDPIയെയും നിരോധിക്കാൻ പോകുന്നു എന്നതായിരുന്നുവല്ലോ. പക്ഷേ അപ്പോൾ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലുള്ള ഒരു ഇമ്മ്യൂണിറ്റി ഇല്ലേ, അതിന് മറ്റ് മാനദണ്ഡങ്ങൾ വേണ്ടിവരും, അത് SDPIക്ക് കിട്ടുകയും ചെയ്തിരുന്നു. അന്നും ഈ രീതിയിൽ തന്നെ PFIയും SDPIയും തമ്മിൽ പൊക്കിൾക്കൊടി ബന്ധമുണ്ട് എന്നുള്ള കാര്യം അത് നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. PFIയിൽ പ്രവർത്തിച്ചവരൊക്കെ SDPIയിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ സംഘടന എന്ന രീതിയിൽ SDPI അവർ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നു, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ അവർക്ക് കിട്ടുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഒളിഞ്ഞും തെളിഞ്ഞും SDPIയുമായിട്ട് കൂട്ടുകൂടുന്നു. ഇതൊക്കെ സമീപകാല രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ED ഇപ്പോൾ ഈ ഒരു പുതിയ നീക്കമായിട്ട് വരുന്നു, SDPI കൂടി ഈ നിരോധിത പട്ടികയിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തുന്നു എന്ന് കാണേണ്ടി വരുമോ? അല്ല, ഇപ്പോ ED ഇത്തരത്തിലുള്ളൊരു പ്രസ് റിലീസ് ഇറക്കിയതിന്റെ കാരണം എന്താണ്? അതായത് SDPIയുടെ ദേശീയ പ്രസിഡന്റ് ശ്രീ MK ഫൈസിയെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രസ് റിലീസ് ഇറക്കിയിട്ടുള്ളത്. കോടതിയിൽ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള EDയുടെ നോട്ടാണത്. കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള നോട്ടും കൂടിയാണ്. അതിനകത്ത് എന്താണ് വളരെ കൃത്യമായിട്ട് പറയുന്നത്? ഞങ്ങൾ 12 തവണ ED ഈ MK ഫൈസിയോട് ഹാജരാവണം എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൊടുത്തു. പക്ഷേ ഈ 12 തവണയും ഫൈസി ആ നോട്ടീസ് അവഗണിച്ചു. EDക്ക് മുമ്പിൽ ഹാജരാവാൻ തയ്യാറായില്ല. അപ്പോഴാണ് ഈ അറസ്റ്റിലേക്ക് നീങ്ങിയതും പിന്നീട് ഫൈസിയുമായി ബന്ധപ്പെട്ട രേഖകളും പോപ്പുലർ ഫ്രണ്ടും SDPIയും തമ്മിലുള്ള ബന്ധത്തിന്റെ വിശദ വിവരങ്ങളും ഒക്കെയായിട്ട് ED ഒരു പ്രസ് റിലീസ് ഇറക്കിയിട്ടുള്ളത്. ഇവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് EDയോ കേന്ദ്ര സർക്കാരോ പറയുന്നതിന് മുൻപായിട്ട് തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടും SDPIയും തമ്മിലുള്ള ബന്ധവും SDPIയുടെ തീവ്ര സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പറയുന്നതിന് മുൻപേ തന്നെ കേരള ഹൈക്കോടതി 2022 നമ്മുടെ പാലക്കാട് സഞ്ജിത്ത് വധക്കേസില് സഞ്ജിത്തിന്റെ ബന്ധുക്കൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയി. അപ്പോൾ ഹൈക്കോടതി അന്നത്തെ ജസ്റ്റിസ് K ഹരിപാൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനത് ഇവിടെ ഒരു നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മയ്ക്ക് വേണ്ടി പറയുകയാണ്. SDPI and PFI are extremist outfits indulging in serious acts of violence, but that they are not banned organizations. അന്നത്തെ 2023 ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത്. അപ്പൊ 2022 നിരോധിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ നിരോധിക്കപ്പെടാത്ത സാഹചര്യത്തിലും PFIയെ കുറിച്ച് SDPIയെ കുറിച്ച് കേരള ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് അതൊരു തീവ്രവാദ സംഘടനയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, SDPI അടക്കം.
അപ്പൊ SDPI എന്നുള്ളത് ഒരു തീവ്രവാദ സംഘടനയാണ് എന്ന് എല്ലാവർക്കും അറിയാം, കോടതിക്കും അറിയാം, സർക്കാരിനും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ നേരത്തെ മഞ്ജുഷ് സൂചിപ്പിച്ച പോലെ SDPI നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ തെരഞ്ഞെടുപ്പ് ചട്ടമനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയ്ക്ക് കിട്ടുന്ന ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആ ഇമ്മ്യൂണിറ്റിയുടെ ബലത്തിലാണ്, അല്ലെങ്കിൽ അതിന്റെ തണലിലാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടുമ്പോൾ നമുക്കറിയാം, ഒരു സംഘടനയെ നിരോധിച്ചുകൊണ്ട് പൂർണ്ണമായും ആ സംഘടനയെ ഇല്ലാതാക്കാൻ കഴിയില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ സിമി നിരോധിക്കപ്പെടുമ്പോൾ സിമിയിൽ നിന്നുള്ള ആളുകൾ പിന്നീട് പോപ്പുലർ ഫ്രണ്ടായിട്ട് മാറി. പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകൾ തന്നെയാണ് പഴയകാല സിമി നേതാക്കന്മാരാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരായത്. അത് കോടതിയിൽ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരും ഒക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോടതി ജാമ്യം നിഷേധിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാര് ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇവര് പഴയകാല സിമി നേതാക്കന്മാരാണെന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ പുതിയ പുതിയ സംഘടനകളുമായിട്ട് രംഗത്ത് വരും, പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് ചേക്കേറും, നുഴഞ്ഞു കയറും. അപ്പോ അവര് നേരെ SDPIയുടെ പ്രവർത്തകരായിട്ട് മാറി. പക്ഷെ SDPI എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള വിവരണം ED വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ കൺസെപ്ച്വൽ ക്ലാരിറ്റി അബൌട്ട് പാർട്ടി ആൻഡ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ പാർട്ടിയെ കുറിച്ചും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് മാത്രമല്ല, പാർട്ടി അതിന്റെ ലക്ഷ്യം എന്തായിരിക്കണം, അതിന്റെ പ്രവർത്തനം എന്തായിരിക്കണം, ജിഹാദ് എങ്ങനെയായിരിക്കണം, അത് ഫിസിക്കൽ ഡിഫൻസ്, ലീഗൽ ഡിഫൻസ്, സിവിൽ ഡിഫൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള രീതിയിൽ അത് SDPIയും പ്രവർത്തിക്കണം. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ റിഹാബ് ഫൗണ്ടേഷൻ, ക്യാമ്പസ് ഫ്രണ്ട്, ഇമാം കൗൺസിൽ തുടങ്ങിയിട്ടുള്ള സംഘടനകളൊക്കെ നിരോധിച്ചു. പക്ഷേ SDPI നിലനിന്നു. SDPIയിലേക്ക് എന്താ പറയുക, പോപ്പുലർ ഫ്രണ്ടുകാര് വളരെ ഈ താറാവ് കുളത്തിലിറങ്ങുന്ന പോലെ നേരെ SDPIയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇതേ പ്രവർത്തനം അവർ നടപ്പാക്കുകയാണ്. ഇതേ പ്രവർത്തനം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യം വയ്ക്കുന്ന പ്രവർത്തനം തന്നെയാണ് അവര് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് SDPIയെ ഈ തരത്തിൽ പ്രവർത്തിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അപകടകരമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി, ഇപ്പോൾ SDPIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ശ്രീ അജ്മൽ ഇസ്മായിൽ കൂടി ചേരുകയാണ്. ശ്രീ അജ്മൽ ഇസ്മായിൽ, ഇപ്പോൾ ഈ PFIയുടെ ലക്ഷ്യം എന്താണോ അത് തന്നെയാണ് SDPIക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കൺസെപ്ച്വൽ ക്ലാരിറ്റി അബൌട്ട് ഓർഗനൈസേഷൻ ആൻഡ് പാർട്ടി എന്നുള്ള ഡോക്യുമെന്റിനെ ആധാരമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ED ഇങ്ങനെയൊരു വിശദീകരണം നൽകിയിരിക്കുന്നത്. അതിൽ എന്താണോ PFI ഉദ്ദേശിക്കുന്നത് അത് രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ SDPIയിലൂടെ സാധിച്ചെടുക്കുക എന്നതുകൂടി PFIയുടെ ലക്ഷ്യമാണ്. PFI പിന്നീട് നിരോധിക്കപ്പെട്ടതിന് ശേഷവും PFIയിൽ പ്രവർത്തിച്ചവർ തന്നെയാണ് SDPIയിലും ഉള്ളത്, അല്ലെങ്കിൽ PFIയിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ SDPIയിലുണ്ട്. ഫണ്ടിങ് വന്നുകൊണ്ടിരുന്നത് PFI വഴിയാണ്. അതുപോലെ വിദേശത്ത് നിന്ന് ഫണ്ടിങ് വരുന്നു, കള്ളപ്പണ ഇടപാട് നടക്കുന്നു, ഇപ്പോൾ ദേശീയ പ്രസിഡന്റ് അറസ്റ്റിലാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ആശങ്കയോടുകൂടി തന്നെ പൊതുസമൂഹം നോക്കിക്കാണേണ്ട ഒന്നായി മാറുകയാണല്ലോ. SDPIക്ക് ഈ രീതിയിലുള്ള തീവ്രവാദ ബന്ധം ഉണ്ട് എന്ന് കേന്ദ്ര ഏജൻസി പറയുമ്പോൾ. മഞ്ജുഷ്, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ ED പുറത്തു വിട്ടു എന്ന് പറയുന്ന ഒരു പ്രസ് റിലീസിന്റെ അടിസ്ഥാനത്തിലാണ് SDPIക്കെതിരെ ഇപ്പോൾ ഉള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. SDPI എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആയിരത്തിലധികം ജനപ്രതിനിധികളുള്ള, രാജ്യവ്യാപകമായി നിരവധി ജനപ്രതിനിധികളുള്ള ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന SDPI. ആ ED എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ED എന്താണ് എന്നുള്ളത്. ഇന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന RSS BJP ഫാഷിസ്റ്റ് ഭരണകൂടത്തിന്റെ ഒരു പോഷക സേന അല്ലെങ്കിൽ വേട്ടസേന എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ന്യൂസ് 18 ഇവിടെ താഴെ ഇങ്ങനെ ഈ മലയോര മേഖലയിലെ ആന ആക്രമണത്തിന്റെ ഒക്കെ അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തിന്റെ ഇത് ന്യൂസ് സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് എന്ന് പറഞ്ഞാൽ വന്യജീവികൾ മലയോരത്ത് പുലിയും കടുവയും ഒക്കെ ജനങ്ങളെ ആക്രമിക്കാൻ വേണ്ടി അവർ വിശക്കുമ്പോൾ പുറത്തിറങ്ങുന്നത് പോലെ RSSന്റെയും BJPയുടെയും പ്രതിപക്ഷ കക്ഷികൾക്കെതിരായിട്ടുള്ള വേട്ടയ്ക്ക് വേണ്ടി ഇറക്കി വിട്ടിരിക്കുന്ന ഒരു സേനയാണ് ED. ആ ED പറയുന്ന നുണകള്, പച്ച നുണകൾ തൊണ്ട തൊടാതെ ആവർത്തിക്കപ്പെടുകയാണ് ഇവിടെ RV ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്നത്. RV ബാബു പറയുന്ന ഗീബൽസ്യൻ നുണകൾക്ക് മറുപടി പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇപ്പൊ MK ഫൈസിയുടെ കാര്യത്തിൽ 2 വർഷം മുമ്പ് ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് ആയിരിക്കുന്ന MK ഫൈസിയുടെ കാര്യത്തിൽ 2 വർഷം മുമ്പ് ED രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്ന കേസാണ്. കൃത്യമായി പറഞ്ഞ 1 വർഷം മുമ്പ് കഴിഞ്ഞ ജനുവരി 3-ാം തീയതി ED സമൻസ് കൊടുത്തിട്ട് MK ഫൈസിയെ നോട്ടീസ് നൽകി വിളിപ്പിക്കുകയും MK ഫൈസി കൃത്യമായിട്ട് ഹാജരായി, 3 ദിവസം ഹാജരായി മൊഴി നൽകുകയും അങ്ങനെ ആ മൊഴി എടുത്ത പ്രകാരം അതിൽ ക്ലാരിറ്റി വരുത്തിയിട്ട് വിട്ടയച്ചതാണ്.
അന്ന് വിട്ടയച്ചിട്ട് കൃത്യമായി പറഞ്ഞാൽ 1 വർഷത്തിലധികമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത്, സമരരംഗത്ത്, പ്രസ് മീറ്റുകളിൽ എല്ലാം കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, പൊളിറ്റിക്കൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ വീണ്ടും ഇപ്പൊ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാകാൻ വേണ്ടിയാണ് ഡൽഹിയിലേക്ക് MK ഫൈസി എയർപോർട്ടിലെത്തിയത്. അങ്ങനെ ഡൽഹി എയർപോർട്ടിൽ കോടതിയിൽ ഹാജരാകാൻ പോയ MK ഫൈസിയെ ഡൽഹി എയർപോർട്ടിൽ വെച്ച് പിടിച്ചിട്ട് ബാംഗ്ലൂരിൽ നിന്ന് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്ത പരത്തിക്കൊണ്ട് ഒരു നാടകീയത സൃഷ്ടിച്ചു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഡൽഹി എയർപോർട്ടിൽ നിന്ന് പിടിച്ചു എന്ന് തന്നെയാണല്ലോ ശ്രീ അജ്മൽ. ഇഡിയുടെ പ്രസ് റിലീസിൽ താങ്കൾ പറയുന്നത് ബംഗളൂരുവിൽ നിന്ന് പിടിച്ചു എന്നാണ് ഇഡി പറയുന്നതാണോ? ബംഗളൂരുവിൽ നിന്ന് പിടിച്ചു എന്നാണോ ഇഡി പറയുന്നത്? പക്ഷേ ഇതിനകത്ത് ഇഡിയുടെ പ്രസ് റിലീസിൽ പറയുന്നത് ഇന്നലെ അങ്ങനെ ഒരു നാഷണൽ പ്രസിഡന്റ് ഓഫ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഓൺ 3/3/2025 ഫ്രം ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹി അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. MK ഫൈസി വാസ് അറസ്റ്റഡ് ഫ്രം ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. ഇന്നത്തെ പ്രസ് റിലീസിലാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ ന്യൂസ് ചാനലുകളിൽ വന്നത്, ഇന്നലെ വിവരം കൊടുത്തതുമായ ഇഡി കൊടുത്ത വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തെന്ന് വന്നത്. രഹസ്യ നീക്കങ്ങൾ നടത്തേണ്ടി വരുമല്ലോ, രഹസ്യ നീക്കങ്ങൾ നടത്തേണ്ടി വരും. അതിനായിരിക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷമാണ് ഇന്നിപ്പോ ഇഡി ആ വിഷയത്തില് ക്ലാരിറ്റി വരുത്തിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഗീബൽസൻ നുണകൾ ആവർത്തിച്ചുകൊണ്ട് SDPക്കെതിരെ എന്തൊക്കെയോ ഗൂഢ ആലോചനകൾ നടക്കുന്നു എന്ന രീതിയിലുള്ള വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇതിനകത്ത് ഇഡി പറഞ്ഞിരിക്കുകയാണ്. ഇഡി ആസ്പദമാക്കിയിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഇതിനകത്ത് ഒരു ക്ലാരിറ്റി വരുത്തുക. ഇതിനകത്ത് PFIയും SDPയും ഒന്നാണ് എന്ന രീതിയിൽ അതിലേക്ക് ഇഡി കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. അതിലുള്ള തെറ്റ് താങ്കൾ ചൂണ്ടിക്കാണിക്കുക. എ ഡോക്യുമെന്റ് ടൈറ്റിൽഡ് കൺസെപ്ച്വൽ ക്ലാരിറ്റി അബൌട്ട് ഓർഗനൈസേഷൻ ആൻഡ് പാർട്ടി വാസ് റിക്കവേർഡ് ഡ്യൂറിംഗ് ദ സെർച്ചസ് കണ്ടക്ടഡ് അറ്റ് യൂണിറ്റി ഹൗസ് കോഴിക്കോട്. അത് PFIയുടെ കേരള സ്റ്റേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നുവല്ലോ കോഴിക്കോട്ടുള്ള. അതിൽ ഒരു 6 പോയിന്റുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ ഓർഗനൈസേഷൻ ഈസ് ആൻ ഇസ്ലാമിക് മൂവ്മെന്റ് ഇൻ ഇന്ത്യ ഇൻ എവറി സെൻസ് ഗിവിംഗ് പ്രൈം പ്രയോറിറ്റി ടു റെസിസ്റ്റൻസ്. വി അപ്ഹോൾഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ജിഹാദ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഫോംസ് ഓഫ് ഡിഫൻസ്, ഫിസിക്കൽ, അജിറ്റേഷൻ, ലീഗൽ ആൻഡ് ഐഡിയോളജിക്കൽ. നോ നീഡ് ഓഫ് ഇന്റർപ്രറ്റേറ്റിംഗ് ഓൾ അവർ ആക്ടിവിറ്റീസ് as ജിഹാദ്. We give top priority to the organizational activity. Party and frontal organizations are ways to achieve organizational objectives. Internally, we introduce ourselves as an Islamic movement, while externally as a social movement. ഇത് PFIയുടെ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ളത്, അതായത് ക്ലാരിറ്റിയാണ്. ഈ ഓർഗനൈസേഷൻ ആൻഡ് പാർട്ടി എന്നതിലെ ക്ലാരിറ്റി വരുത്തിക്കൊണ്ടുള്ള ഒരു ഭാഗമാണിത്. അതിൽ തന്നെ ഈ പാർട്ടി എന്നുദ്ദേശിക്കുന്നത് SDP ആണല്ലോ. PFI ഉണ്ടാക്കിയത് തന്നെ ഇവരുടെ, അതായത് PFIയുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി SDPI ഉണ്ടാക്കിയിരിക്കുന്നു. ഇതാണ് ഇഡിയുടെ ഈ റിലീസിൽ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ പിന്നെ എന്താണ് ഈ പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്? ആരെയാണ്? മറ്റാരെങ്കിലും ആണോ? മഞ്ജുഷേ, ഈ ചോദ്യം ഇപ്പൊ നിങ്ങള് ഈ സംഗതി ഇഡിയോടും അതുപോലെ തന്നെ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന മുമ്പ് നിരോധിക്കപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ എന്ന് പറയുന്നു. അതിന്റെ ആധികാരികത നമുക്കറിയില്ല. പക്ഷേ അതിൽ SDPI എന്നോ SDPIയുടെ പ്രവർത്തനത്തെ കുറിച്ചോ എവിടെയും പറയുന്നില്ല. പാർട്ടി എന്ന് ഏതിലോ മെൻഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് SDPI ആണെന്ന് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത്? ഇനി SDPI എന്ന് പറയുന്നത് SDPI എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അത് പൊതുപ്രവർത്തന രംഗത്ത് ഇടപെടാൻ തുടങ്ങിയിട്ട് 1.5 പതിറ്റാണ്ട് കാലത്തിലധികമായി. ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിലും ഇലക്ഷൻ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുമൊക്കെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ജനപ്രതിനിധികളെ അടക്കം ജയിപ്പിച്ചുകൊണ്ട് കർണാടകയിലും തമിഴ്നാട്ടിലും അടക്കം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് നൽകിയത് PFI ആണല്ലോ. അതെന്തിനു വേണ്ടിയാണ്? PFI ആണല്ലോ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് നൽകിയത്. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഫൈസിക്ക്, MK ഫൈസിക്ക് നൽകിയിരിക്കുന്ന ഒരു കത്ത്, അതുപോലും ഇഡി ഇവിടെ ആധാരമാക്കിയിട്ടുണ്ട്. ഫൈസി സാഹിബ് എന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു കത്ത്. അത് പോയിരിക്കുന്നത് കോഴിക്കോട് യൂണിറ്റി ഹൗസിൽ നിന്നാണ്. അത് PFIയുടെ ആണല്ലോ. അവിടെ എന്തൊക്കെയാണ് ഒരു കാൻഡിഡേറ്റിനെ നിശ്ചയിക്കുവാനുള്ള ക്രൈറ്റീരിയ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് അസംബ്ലി ഇലക്ഷനും അതുപോലെ തന്നെ പാർലമെന്റ് ഇലക്ഷനും. അപ്പോൾ അവിടെ താങ്കൾ പറയുന്നു പാർട്ടി എന്ന് പറയുന്നത് ഏതോ ഒരു പാർട്ടിയാണെന്ന്. അങ്ങനെയല്ല, അത് SDPI ആണ്. PFIയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് SDPI എന്ന് കേരളത്തിൽ ആരെയും അല്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റില്ല.
മഞ്ജുഷ, ED പുടച്ചു വിടുന്ന വ്യാജ വാർത്തകളുടെ പിന്നിൽ പോയിട്ട് SDPIയെ പറ്റി നിങ്ങൾ പറയുന്നത് എന്താ? SDPIക്ക് കാൻഡിഡേറ്റിനെ നിശ്ചയിക്കാനും SDPIക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കിടാനും അതിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയുണ്ട്, പഞ്ചായത്ത് മുനിസിപ്പൽ കമ്മിറ്റികളുണ്ട്, മണ്ഡലം കമ്മിറ്റികളുണ്ട്, ജില്ലാ കമ്മിറ്റികളുണ്ട്, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ഉണ്ട്, സ്റ്റേറ്റ് കമ്മിറ്റിയുണ്ട്, നാഷണൽ കമ്മിറ്റികളുണ്ട്. ഇങ്ങനെ ഘടകങ്ങളുള്ള ഒരു പാർട്ടിക്ക് വേറെ ആരോ ഏതോ സ്ഥാനാർത്ഥികളെ പടച്ചു വിടുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പൊതുസമൂഹം വിശ്വസിക്കുക? ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ട് ഞങ്ങൾ ഓരോ തവണ മത്സരിക്കുമ്പോഴും അതിന്റെ കണക്കുകളും അതിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റും അതിന്റെ കൃത്യമായ വിവരങ്ങൾ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പിന് നേടുമ്പോഴും ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ കൃത്യമായ ക്ലാരിറ്റി സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ള ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് നിങ്ങൾ ഈ പാർട്ടിയിൽ സ്ഥാനാർത്ഥിത്വം നിശ്ചയിക്കുന്നത് വരെ വേറെ ഏതോ കോണുകളിലാണ് എന്ന് പറയുന്നതിൽ ശരി ശരി അപ്പോൾ താങ്കൾ പറയുന്നു PFI നിരോധിക്കപ്പെട്ട PFIയുമായിട്ട് ഒരു ബന്ധവും SDPIക്കില്ല. അല്ല, ഇപ്പോഴും അങ്ങനെയാണോ? PFIയുടെ രാഷ്ട്രീയ സംഘടനയല്ല SDPI എന്നാണോ? വളരെ കൃത്യമാണല്ലോ. SDPI എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഈ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് SDPI. ശരി, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, അതുകൊണ്ടായിരിക്കുമല്ലോ നരേന്ദ്രമോദി തന്നെ പറഞ്ഞല്ലോ SDPIയുടെ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനമെടുക്കുന്നവരോ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് SDPI. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഈ പറഞ്ഞ കാര്യങ്ങളാണ് ED റിലീസിലൂടെ നൽകിയിരിക്കുന്നത്. താങ്കളുമായി ED റിലീസ് വായിച്ചല്ലോ. അല്ല, ഇപ്പോൾ അജ്മൽ പറഞ്ഞതുപോലെയാണെങ്കിൽ കണ്ടുപോയി കെട്ടാനുള്ള എന്ത് വ്യഗ്രതയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ശരി, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഈ അജ്മൽ ഇസ്മായിൽ പറഞ്ഞത് ശരിവെക്കുന്നത് കൊണ്ടാണോ ഒളിഞ്ഞും തെളിഞ്ഞും അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും SDPIയുമായിട്ട് തെരഞ്ഞെടുപ്പുകളിൽ കൂട്ടുകൂടാൻ മടി കാണിക്കാത്തത്? ഈ പറയുന്ന SDPI ഇപ്പോഴും പറയുന്നത് PFIയുമായിട്ട് ബന്ധമില്ല എന്നാണ്, PFIയിൽ കൊണ്ട് കെട്ടുവാൻ ശ്രമിക്കുന്നത് കേന്ദ്ര ഏജൻസികളാണ് എന്നാണ്. അതുപോലെ തന്നെ BJPയും RSSും ഒക്കെയാണ് ഈ ശ്രമം നടത്തുന്നത് എന്ന് താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഒരു അന്വേഷണ ഏജൻസി എപ്പോഴും കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നാളെ എന്നെ പ്രതിയാക്കിയോ അല്ലെ മഞ്ചേഷിനെ പ്രതിയാക്കിയോ റിപ്പോർട്ട് കൊടുത്താൽ ആ പ്രതിയുടെ പേരിൽ ഏതൊക്കെ വകുപ്പുകളാണ് ഇട്ടിരിക്കുന്നത് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചാർജ് ഷീറ്റ് കൊടുക്കുന്നത്. അല്ലാതെ കൊടുത്താൽ കോടതി അത് വലിച്ചു ദൂരെ കളയും. ഒരു കൊച്ചൊരു അടിക്കേസായാൽ പോലും അങ്ങനെ അവർക്ക് അത് എഴുതാൻ പറ്റും. അപ്പൊ ED കൊടുത്ത റിപ്പോർട്ട് ഇതിന്റെ നാഷണൽ ഫ്രണ്ടിന്റെ ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു. അവർ PMLA ആക്ട് അനുസരിച്ച് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിരോധിത സംഘടനയായ PFIയുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെ കാണിച്ചെങ്കിൽ മാത്രമേ ED കൊടുത്ത കേസ് കോടതിയിൽ നിലനിൽക്കൂ. അതിന്റെ സത്യാവസ്ഥ എന്താണ് നമ്മൾ അന്വേഷിച്ചറിയാം. പിന്നെ ഇവിടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് രാഷ്ട്രീയ പാർട്ടി നിരോധിക്കുന്ന 1934 ബ്രിട്ടീഷ് ഗവൺമെന്റ് CPIയെ നിരോധിച്ചു. അതിനുശേഷം 1954 കമ്മ്യൂണിസ്റ്റ് കൺട്രോൾ ആക്ട് കൊണ്ടുവന്ന് കോൺഗ്രസ് ഗവൺമെന്റ് CPI നിരോധിച്ചു. ആ ആക്ട് ഇപ്പൊ നിലവിലില്ല. RSS ആണ് ഏറ്റവും കൂടുതൽ നിരോധിക്കപ്പെട്ടത്. 1947 4 ദിവസം നിരോധിച്ചു, 48 നിരോധിച്ചു, 75 നിരോധിച്ചു, 92 നിരോധിച്ചു. ഈ പ്രസ്ഥാനം ഇന്ന് വളർന്നു വലുത് ഇന്ത്യ ഭരിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറി. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിരോധിക്കുമ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനം മറ്റൊരു പേരിൽ പ്രവർത്തിക്കാം. ഇവിടെ നിങ്ങൾ തന്നെ പറഞ്ഞു PFIയെ നിരോധിച്ചു. ശരിയാണ്, എനിക്കും അറിയാം. അവർ പലരും SDPIയിലേക്ക് മാറിയിട്ടുണ്ട്. അവർ SDPIയുടെ പ്രവർത്തകർ. നാളെ SDPI നിരോധിക്കുന്നു. ആദ്യം ISSനെ നിരോധിച്ചു, PDP നിരോധിച്ചു. അപ്പം നാളെ നിരോധിച്ചാൽ ഇവർ മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് മാറും. അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കും. PFIയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് SDPI പറയുന്നതിനെ അത് താങ്കൾ എന്തായാലും അതിനെ അംഗീകരിക്കുന്നില്ലല്ലോ അല്ലേ? അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവർ തമ്മിൽ പൊക്കിൾക്കൊടി ബന്ധമുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിരോധിക്കുമ്പോൾ അവർ മറ്റു പേരുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് സ്വാഭാവികമാണ്. RSS നിരോധിച്ചപ്പോൾ അല്ലാതെ പ്രവർത്തനം നിരോധിപ്പോയോ? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചൊരു 2 വട്ടം പ്രവർത്തനം നിർത്തിപ്പോയോ? അപ്പൊ താൽക്കാലം ഇപ്പൊ ഇന്ത്യയിൽ 45 പ്രസ്ഥാനങ്ങളെ തീവ്രവാദ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് നിരോധിച്ചിട്ടുണ്ട്. അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാവോയിസ്റ്റ് ഉണ്ട്, ലെനിനിസ്റ്റ് ഉണ്ട്, ജെയ്ഷെ അഹമ്മദ് ഉണ്ട്, അൽഖയ്ദ ഉണ്ട്. നിരവധി പാർട്ടികളെ നിരോധിച്ചു. 45 പ്രസ്ഥാനങ്ങളെ തീവ്രവാദ ബന്ധം കൊല്ലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ രജിസ്ട്രേഷന്റെ കാര്യം പറഞ്ഞു. പാർട്ടികളൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന 29 RP ആക്ട് അനുസരിച്ചാണ്. 1954 29 RP ആക്ട് അനുസരിച്ചാണ് പാർട്ടികൾ രജിസ്റ്റർ ചെയ്തത്. ആ പാർട്ടികളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് ഇവിടെ നമുക്കറിയാം PFIയെ നിരോധിച്ചത് UAP അനുസരിച്ചാണ്. 2022 സെപ്റ്റംബർ മാസം 28-ാം തീയതി പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച UAPയിലെ സെക്ഷൻ 15 മുതൽ 20 വരെ അവർക്ക് തീവ്രവാദ ബന്ധം വെച്ചാണ് അവരെ നിരോധിച്ചത്, തീവ്രവാദ സംഘടനയായിട്ട്. പിന്നെ ബഹുമാനപ്പെട്ട വിഭാഗ് പറഞ്ഞതുപോലെ കേരള ഹൈക്കോടതിക്കകത്ത് ഇവർ സീരിയസ് വയലൻസ് കാണിക്കുന്ന, ഇവർ തീവ്രവാദം എന്നൊരു വാക്ക് ഹൈക്കോടതി ഉപയോഗിച്ചിട്ടില്ല. അവർ ക്രൂരമായ കുറ്റകൃത്യം ചെയ്യുന്നവരാണ് ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പം തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഏതായാലും അത് നമ്മളൊരു രാഷ്ട്രീയ പ്രസ്ഥാനം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഞാനും പല പാർട്ടികളും
ഞാനും രാഷ്ട്രീയ പാർട്ടികൾ എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു. വരട്ടെ ഇത് രാഷ്ട്രീയ പാർട്ടികള് രജിസ്റ്റർ അതിന്റെ പല അർത്ഥം പാർട്ടിക്കും എന്താണ്? എക്സ്ട്രീമിസ്റ്റ് ഞാൻ ഓർഗനൈസേഷൻ എന്ന് നിൽക്കുന്ന പറഞ്ഞാൽ പാർട്ടിയും ഞാൻ അങ്ങനെ ഒരു ഫൈറ്റിങ്സ് കൊണ്ട് അങ്ങനെ പാർട്ടി ആകുന്നില്ല. നമുക്ക് അതിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ RSS ഒക്കെ നിരോധിച്ചില്ല. എത്ര 4 പ്രാവശ്യം നിരോധിച്ച RSS ആണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകളാണല്ലോ ബൽദേവ്, അതിലേക്ക് വരാം. നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ SDPIക്ക് തീവ്രവാദ ബന്ധമുണ്ടോ ഇല്ലയോ, ആ കാര്യത്തിൽ താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഇപ്പോൾ ED പറയുന്നതിനോട് താങ്കൾ അനുകൂല നിലപാടാണോ സ്വീകരിക്കുന്നത്, അല്ലയോ? പിന്നെയുള്ളത് PFIയും SDPIയും തമ്മിൽ ബന്ധമുണ്ടോ? RSS ആണ് ഒരു ഭീകരവാദ സംഘടന. ഞാൻ പറഞ്ഞോട്ടെ ഒരു തീവ്രവാദ ബന്ധം ഉണ്ടെങ്കിൽ അവരെ ഞാൻ തുടക്കത്തിലെ പറഞ്ഞാൽ ഏത് പ്രസ്ഥാനം തീവ്രവാദ ബന്ധം കാണിച്ചാലും ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ പ്രത്യേകത പറയുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടന ഹാജരാക്കും പാർട്ടിയുടെ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിച്ചു കൊള്ളാം. അതിനകത്ത് എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ രജിസ്ട്രേഷൻ നിരോധിക്കാനുള്ള അധികാരമല്ല, രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷനുണ്ട്. പല കാരണങ്ങളുണ്ട് പല പാർട്ടിയുടെയും രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുക. അത് പല കാരണങ്ങൾ പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ SDPIയുടെ രജിസ്ട്രേഷൻ അവർ ക്യാൻസൽ ചെയ്യും. പക്ഷെ പാർട്ടി ബാൻ ചെയ്യാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കണം, സുപ്രീം കോടതി അംഗീകരിക്കണം. PFI നിരോധന കേസുകൾ ഇപ്പോൾ സുപ്രീം കോടതി കിടക്കുകയാണ്. 2 മുതൽ 5 വർഷം വരെ കേന്ദ്ര ഗവൺമെന്റ് നിരോധിക്കാം. നിരോധിച്ചു കഴിഞ്ഞാൽ അത് കേസ് കോടതിയിൽ വരും. കോടതിയിൽ ചോദ്യം ചെയ്യാം. കോടതി വരുന്ന വിധി അനുസരിച്ച് അതിന്റെ ഫൈനൽ ഡിസിഷൻ വരുന്നത്. ഇവിടെ SDPI ബന്ധപ്പെട്ട് ചില തീവ്രവാദ ബന്ധങ്ങൾ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പരിപൂർണമായിട്ട് അതൊരു സെക്കുലർ സംഘടനയൊന്നും ഞാൻ പറയുന്നില്ല. ഇസ്ലാമിക തീവ്രവാദ ബന്ധം ഒരു പരിധിവരെ അവർക്കുണ്ടാകാം. പക്ഷേ ED കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് മാത്രം എടുത്ത് കാണിച്ചുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലേ, എന്റെ പേരിൽ നാളെ ഒരു കുറ്റം ചാർത്തിയാൽ ഏതൊരു അന്വേഷണ ഏജൻസി റിപ്പോർട്ട് ശരിയാണ്. പക്ഷെ താങ്കൾ പറഞ്ഞ കാര്യം മാത്രമേ EDയും പറഞ്ഞിട്ടുള്ളൂ. ഈ തീവ്രവാദ ബന്ധമുണ്ട് എന്ന് ED അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് PFIയുമായിട്ടുള്ള ബന്ധമാണ്. അതായത് PFIയുടെ ഐഡിയോളജി എന്താണോ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലൂടെയും ഫ്രണ്ടൽ ഓർഗനൈസേഷനുകൾ വഴിയും നടപ്പിലാക്കുന്നു. അതിൽ രാഷ്ട്രീയ പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് SDPI ആണെന്നാണ്. അതല്ലാതെ വേറെ എന്തെങ്കിലും പാർട്ടിയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുമില്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും ശരിയാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞതല്ല, ED കൊടുത്ത റിപ്പോർട്ട് മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് ഏതൊരു അന്വേഷണ ഏജൻസി കൊടുക്കുന്ന റിപ്പോർട്ട് നമുക്കറിയില്ല. എത്രയോ കേസുകൾ കോടതി വരുമ്പോൾ പോലീസ് റിപ്പോർട്ടിനെതിരെയല്ലേ കോടതി പറയുന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മളിപ്പോൾ SDPI ഇതാ നിരോധിക്കാൻ പോകുന്നു എന്നൊന്നുമല്ല. പക്ഷേ ED അതിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത് ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് എന്ന് കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമല്ലോ. തീർച്ചയായിട്ടും SDPI അല്ല തീവ്രവാദ പ്രസ്ഥാനം എന്ന് കണ്ടെത്തിയാൽ ആ പാർട്ടി നിരോധിക്കാം. അത് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ വ്യവസ്ഥയുണ്ട്. ഗവൺമെന്റ് നിരോധിക്കാം, ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാം. പക്ഷേ അൺലെസ് ആൻഡ് അണ്ടിൽ അവരൊരു തീവ്രവാദ പ്രസ്ഥാനമാണെന്ന് പ്രൂവ് ചെയ്യുന്നത് വരെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SDPI തീവ്രവാദ പ്രസ്ഥാനമാണെന്ന് പറയാൻ പറ്റത്തില്ല. PFIയെ സംബന്ധിച്ച് ശരിയാണ്, അവർ നിരവധി കൊലപാതകങ്ങൾ കേരളത്തിൽ ചെയ്തു, മറ്റ് പലയിടത്തും അത് ചെയ്തു. അതിനകത്ത് PFIയെ ആ ചെയ്തിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് അവർ നിരോധിച്ചത്. അതേ രീതിയിലുള്ള ആക്ടിവിറ്റി SDPI ചെയ്താൽ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് നിരോധിക്കാം, ഇലക്ഷൻ കമ്മീഷൻ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. പക്ഷെ അതിന് സബ്ജക്ട് ടു കണ്ടീഷൻസ് ആൻഡ് റൂൾസ് ഉണ്ട്. ശ്രീ ആർ വി ബാബു SDPIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ അജ്മൽ ഇസ്മായിൽ പറഞ്ഞതിനുള്ള മറുപടി, ഇത് EDയുടെ നീക്കം എന്ന് പറയുന്നത് അത് SDPIയെ താറടിക്കുവാനും അതുപോലെ തന്നെ പൂട്ടുവാനുമുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം, അതൊരു RSS അജണ്ട നടപ്പാക്കുന്നു, കേന്ദ്ര സർക്കാരിന്റെ അജണ്ട നടപ്പാക്കുന്നു എന്ന് കരുതിയാൽ മതിയെന്നാണ്. അതുപോലെ തന്നെ PFIയുമായിട്ടുള്ള പൊക്കിൾക്കൊടി ബന്ധം ഒരിക്കലും SDPI അംഗീകരിക്കുന്നുമില്ല. അല്ല, ഇത് EDയെ സംബന്ധിച്ച് മാത്രമല്ലല്ലോ. അവർ CBIയെ കുറിച്ച് അങ്ങനെ പറയുന്നു, NIA കുറിച്ച് പറയുന്നു, സാക്ഷാൽ കോടതികളെ കുറിച്ച് അങ്ങനെ പറയുന്നു. നമ്മുടെ നാട്ടിലെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെക്കുറിച്ചും അതെല്ലാം RSSന്റെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്നതാണെന്നുള്ള ആരോപണം SDPIക്കുണ്ട്, പോപ്പുലർ ഫ്രണ്ടിനുണ്ട്. ഇവിടുത്തെ മുസ്ലിം സംഘടനകളും അത് പ്രതിപക്ഷ സംഘടനകളൊക്കെ വെച്ച് പുലർത്തുന്നുണ്ട്. അതവർക്ക് വെച്ച് പുലർത്താനുള്ള അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തെ സംബന്ധിച്ച് കോടതിയിൽ പോയി അതിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട അബൂബക്കറിന്റെ ജാമ്യാപേക്ഷ ഏതൊക്കെ തരത്തിൽ ശ്രമിച്ചു? ജാമ്യം കിട്ടിയോ അബൂബക്കറിന്? ജാമ്യം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഒരു കാരണവശാലും ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന നിലപാടെടുത്തു. കർണാടക ഹൈക്കോടതി ചിലർക്ക്, മദ്രാസ് ഹൈക്കോടതി ചിലർക്ക് ജാമ്യം കൊടുത്തപ്പോൾ ആ ജാമ്യം സുപ്രീം കോടതി റദ്ദാക്കി. കാരണം അത് വളരെ കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടന നടത്തിയ ഭീകര പ്രവർത്തനങ്ങളുടെ വളരെ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി പോലും ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള നിലപാടെടുത്തത്. അപ്പോ NIA കുറിച്ചും അതേപോലെ EDയെ കുറിച്ചും ഇത്തരം കണ്ടെത്തലുകളെ സംബന്ധിച്ച് ഇവർക്ക് യഥേഷ്ടം വ്യാഖ്യാനിക്കാം, അതിലൊന്നും തെറ്റില്ല. പക്ഷെ വസ്തുത എന്താ? നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന വസ്തുത എന്താ? ഇവിടെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മുഖത്തിൽ അവർ വരും. ആ ആളുകൾ തന്നെ SDPIയുടെ പരിപാടിയിലും കാണും,
അപ്പൊ അവര് SDPIക്കാരാണ്, ഒരേ സമയത്ത് ക്യാമ്പസ് ഫ്രണ്ടാണ്, അവര് ഒരേ സമയത്ത് ഇമാം കൗൺസിൽ വരും, റിഹാബ് ഫൗണ്ടേഷനിൽ വരും, അവര് മനുഷ്യാവകാശത്തിന്റെ പേരിൽ വരും. ഇതെല്ലാം ഈ പറയുന്ന പൊന്മാന്റെ വേഷമണിഞ്ഞ മാരീജന്മാരാണ്, അല്ലെങ്കിൽ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണ്. അവരാവശ്യം വരുന്നതനുസരിച്ച് പല മുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടും. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോ അജ്മൽ 3 പ്രാവശ്യം RSSനെ നിരോധിച്ചു എന്നൊക്കെ. RSSനെ നിരോധിച്ച സർക്കാർ നിരുപാധികം, അത് നെഹ്റുവിന്റെ ഗവൺമെന്റ് അടക്കം നിരുപാധികം പിൻവലിക്കേണ്ടി വന്നു. നിരുപാധികം പിൻവലിച്ചു. 75 പിൻവലിച്ചു, അതേപോലെ 92 പിൻവലിച്ചു. പക്ഷെ മുസ്ലിം സംഘടനകൾ ഒരുപാട് നിരോധിക്കപ്പെട്ടല്ലോ. ആ നിരോധനം പിൻവലിച്ചോ? സിമിയെ നിരോധിച്ചു, അതിപ്പോഴും തുടരുകയല്ലേ. ISSനെ നിരോധിച്ചു, അതായത് അബ്ദുൽ നാസർ മദരിയുടെ ISS, പിന്നെ അതോ തിരിച്ചു വന്നോ? ആ നിരോധനം പിൻവലിച്ചോ? പിൻവലിച്ചില്ല. ഇപ്പോ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിരിക്കുന്നു. എനിക്ക് യാതൊരു സംശയമില്ല, അതിന് നിരോധനം നീണ്ടു. കാരണം ഇതെല്ലാം, അത് മാത്രമല്ല, ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ ലിസ്റ്റ് നിങ്ങൾ എടുക്കൂ. ആ ലിസ്റ്റ് എടുത്താൽ ഈ മുസ്ലിം ഇസ്ലാമിക ഭീകര സംഘടനകൾ ഒഴിച്ച് പിന്നെ ബാക്കി മാവോയിസ്റ്റ് സംഘടനകളെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ചില തീവ്രവാദ സംഘടനകളുണ്ട്, അത്തരം ചില സംഘടനകളെ കാണാൻ സാധിക്കും. ഇതെല്ലാം ഇസ്ലാമിക സംഘടനകളല്ലേ. അപ്പൊ ഇവിടെ ഹിന്ദു സംഘടനകൾ അല്ലെങ്കിൽ RSS പോലുള്ള സംഘടനകളെ ഇവർക്ക് രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനെ പറയാം. പക്ഷേ SDPIക്ക് ന്യായമുണ്ട്. ഇപ്പോൾ അജ്മൽ പറയുന്ന പോലെ ഇതൊരു രാഷ്ട്രീയ സംഘടനയാണ് എന്നുള്ള ന്യായമുണ്ട്. ശ്രീ RV ബാബു, രാഷ്ട്രീയ സംഘടനയാണ് എന്നുള്ള ന്യായമുണ്ട്. അത് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നതാണ് എന്ന് അവർക്ക് പറയുവാനും കഴിയും. കാരണം PFI നിരോധിച്ച സംഘടനയാണ്, PFIയുമായിട്ട് ബന്ധമുണ്ട് എന്ന് പരസ്യമായിട്ട് അവർക്ക് പറയുവാനും കഴിയില്ല. ആ ഒരു മുൻകൂർ ജാമ്യം എടുക്കൽ എവിടെയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, PFIയും SDPIയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതിനെ സംബന്ധിച്ചിട്ടാണ് ED പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, അതായത് പാർട്ടിയുടെ കാൻഡിഡേറ്റുകളെ തെരഞ്ഞെടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ അത് PFI കൊടുത്തിരിക്കുന്നു. ഏത് പാർട്ടിയുടെ? ഇത് മനസ്സിലാക്കാനായിട്ട് പാഴൂർ പടിപ്പര വരെ പോകണോ നമ്മൾ? ഇത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവില്ലേ? എന്നിട്ട് ആരെയാണ് ഈ SDPIക്കാരും ഒക്കെ ആളുകൾ മണ്ടന്മാരാക്കാൻ ശ്രമിച്ചാൽ എന്താ കേരളത്തിലെ മുഴുവൻ ആൾക്കാരും മണ്ടന്മാരാണെന്നാണ് ഇവർ വിചാരിക്കുന്നത്? SDPIയും പോപ്പുലർ ഫ്രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവരാണ്. പോപ്പുലർ ഫ്രണ്ട് പിരിച്ച പണം SDPIക്ക് വന്നു എന്നല്ലേ ED പറഞ്ഞിരിക്കുന്നത്? 3.72 കോടി രൂപ പോപ്പുലർ ഫ്രണ്ട് പിരിച്ചത് SDPIക്ക് കൊടുത്തതിന്റെ കണക്കല്ലേ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, വിദേശത്തുനിന്ന് അടക്കം ഇല്ലീഗലായിട്ടുള്ള ഹവാല രൂപത്തിലും ഒക്കെ വന്ന പണം, പോപ്പുലർ ഫണ്ട് കൊണ്ടുവന്ന പണം SDPIക്ക് വേണ്ടിയും ചെലവാക്കി എന്നല്ലേ, SDPIയുടെ സമരങ്ങൾക്ക് വേണ്ടി ചെലവാക്കി എന്നല്ലേ. അതേപോലെ CIA വിരുദ്ധ പ്രക്ഷോഭത്തിനടക്കം ഈ SDPIയുടെ പ്രക്ഷോഭങ്ങൾക്ക് പോപ്പുലർ ഫണ്ട് ഫണ്ടിങ് ചെയ്തു എന്ന് വളരെ വ്യക്തമായിട്ട് ഇതിനു മുമ്പേ തന്നെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ ഇതെല്ലാം ആരെയാണ് ഈ അജ്മൽ പൊട്ടനാക്കാൻ ശ്രമിക്കുന്നത്? ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കാൻ ശ്രമിച്ച് നിങ്ങൾ പറഞ്ഞാൽ അതൊക്കെ അങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കഴിയുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ED കൊടുത്തിരിക്കുന്ന ഈ റിപ്പോർട്ട് സത്യസന്ധമാണ്, വസ്തുതകളോട് ചേർന്ന് നിൽക്കുന്നതാണ്. നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ അല്ലാത്തതൊന്നും തന്നെ ED റിപ്പോർട്ടായിട്ട് കൊടുക്കുന്നതായിട്ട്. ശരി, ശ്രീ മോഹൻ വർഗീസ്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ റെയ്ഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ല. PFIയുടെ നിരോധനത്തിന് ശേഷം സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടോ എന്നുള്ള പരിശോധന നടക്കുമ്പോഴും ഏറ്റവും കൂടുതൽ റെയ്ഡ് നടന്നത് കേരളത്തിലാണ് അല്ലേ? അപ്പോൾ നമുക്കിത് കൺമുൻപിൽ കാണുന്ന കാഴ്ചയാണ്. PFIയിൽ പ്രതിച്ചവർ പിന്നീട് SDPIയിലും ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ തന്നെ പറയാറുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ അജ്മൽ പറഞ്ഞതിനോട് താങ്കൾക്ക് യോജിക്കാൻ കഴിയുമോ? ഇവിടെ അജ്മൽ പറയുന്നതിനകത്ത് ഒരു കാര്യം സത്യമാണ്. നിലവിലെ നമ്മുടെ നിയമവാഴ്ച അനുസരിച്ചുകൊണ്ട് നിലവിൽ SDPI എന്നതൊരു രാഷ്ട്രീയ കക്ഷിയാണ്, രജിസ്ട്രേഷനുള്ള, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്ട്രേഷനുള്ള രാഷ്ട്രീയ കക്ഷിയാണ്. ആ അർത്ഥത്തിൽ ആ നിലവിൽ അഫിലിയേഷൻ ഉള്ളിടത്തോളം കാലം നമ്മുടെ നാട്ടിലെ എല്ലാ നിയമപരമായ പ്രൊട്ടക്ഷനും SDPIക്ക് അവകാശമുണ്ട്. അതേസമയം കോടതിയുടെ ഭാഗത്തു നിന്ന് നിരോധനമല്ല എങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നോ അതുമല്ല എങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ലിസ്റ്റിൽ നിന്നും ആ പാർട്ടിയെ ദേശവിരുദ്ധ പ്രവർത്തനത്തിന്, അതായത് ഒരു പാർട്ടി ഇലക്ഷൻ കമ്മീഷനിൽ വെറുതെ രജിസ്റ്റർ ചെയ്യാനാവില്ല. നമ്മുടെ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനയുടെ ആദർശങ്ങളെ, ആശയങ്ങളെ അംഗീകരിച്ചു കൊള്ളാമെന്നും ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് രീതിയിൽ പങ്കെടുത്തു കൊള്ളാമെന്നും അതെല്ലാം അംഗീകരിക്കുന്ന സത്യവാങ്മൂലം നൽകുന്നവർക്ക് മാത്രമേ ഒരു രജിസ്റ്റേർഡ് രാഷ്ട്രീയ കക്ഷിയായിട്ട്, അത് റീജിയണലാകട്ടെ, നാഷണലാകട്ടെ, ലോക്കലാകട്ടെ, ഏതായാലും പാർട്ടിയായി രജിസ്റ്റർ ചെയ്യാനാവും. അതുകൊണ്ട് ആ അർത്ഥത്തിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും നിരോധിത സംഘടന അല്ലാത്ത ഒരു രാഷ്ട്രീയ കക്ഷിയായ SDPIയെയും തത്വത്തിൽ വേറിട്ട് കാണണം. എന്നാൽ ഇത് തമ്മിലുള്ള അന്തർധാര, അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഡിബേറ്റ് വിഷയം. അതൊരു അന്തർധാരയാണ്. ഇവിടെ നമുക്കറിയാം, ഇത് രണ്ടും പ്രതിനിധി SDPI ആയിക്കൊള്ളട്ടെ, പോപ്പുലർ ഫ്രണ്ട് ആയിക്കൊള്ളട്ടെ, പ്രതിനിധാനം ചെയ്യുന്ന ഒരു ചിന്താധാര. ഈ ചിന്താധാരയ്ക്ക് കേരളത്തിൽ ചെറിയ തോതിൽ വേരോട്ടമുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു
പൊളിറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന രൂപത്തിൽ തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ ചെറിയ തോതിലുള്ള നേട്ടങ്ങൾ പ്രാദേശിക തലത്തിലെങ്കിലും SDPI നിർത്തിയ കാൻഡിഡേറ്റ്സ് ചെറിയ തോതിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ വിജയിച്ച് വരുന്നത് നമ്മൾ കണ്ടതാണ്. അപൂർവം ചില പഞ്ചായത്തിലെങ്കിലും SDPIയുടെ സഹായത്തോടു കൂടി ഭരണം നിലനിർത്തുന്ന ഒരു കാഴ്ചയും കാണുന്നു. ഒരു പക്ഷേ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വരികയാണ്. കുറച്ചുകൂടി ആത്മാർത്ഥമായ ഊർജിതമായ പ്രവർത്തനങ്ങൾ SDPI നടത്തുകയാണെങ്കിൽ എന്താണ് എന്തോ കൈവെട്ട് കേസിലെ പ്രതിയെയും കൂടി ജയിപ്പിച്ചതാണ്. കൈവിട്ട് അതായത് ഇതിനകത്ത് ഈ മാർഗം ലക്ഷ്യത്തെ സ്വാധൂകരിക്കുന്നു എന്നതല്ലല്ലോ, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്ന രീതിയിലാണ് ചില ആളുകളെങ്കിലും, അതായത് തീവ്ര പ്രസ്ഥാനങ്ങൾ അങ്ങനെയായിരിക്കും വിശ്വസിക്കുന്നത്. പക്ഷേ ജനാധിപത്യപരമായി ജനങ്ങൾ അംഗീകരിക്കുമ്പോൾ ആ പാർട്ടിയുടെ പ്രതിനിധി MLA യോ MP യോ ലോക്കൽ കോർപ്പറേറ്ററോ ഒക്കെ ആയി മാറുകയാണ്. SDPI ഉന്നയിക്കുന്ന ന്യായങ്ങൾ അത് എത്രമാത്രം യാഥാർത്ഥ്യവുമായി ചേർന്ന് പോകുന്നതാണ്. ഇപ്പോൾ ED ഒരു ഡോക്യുമെന്റാണ് ഇതിന് ആധാരമാക്കിയിരിക്കുന്നത്. ഒന്നല്ല, 2 ഡോക്യുമെന്റുകളാണ് ആധാരമാക്കിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഡോക്യുമെന്റിൽ പറയുന്ന ആ പാർട്ടി അത് ഞങ്ങളുടെ പാർട്ടി അല്ല എന്ന് SDPIക്ക് എങ്ങനെ പറയാൻ കഴിയും ശ്രീ മോഹൻ? SDPIക്ക് അല്ല എന്ന് പറയേണ്ടി വരും ഇപ്പോൾ. കാരണം SDPIയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർ ആരോപണ വിധേയമാകാൻ അത് ബ്രാക്കറ്റ് ചെയ്ത് ഇപ്പോൾ പറയാനാവില്ല. നിരോധിത സംഘടനയുടെ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയാൻ കഴിയില്ല. അത് ലോജിക്കല്ലേ, അതിന് ലോജിക്കല്ലേ. അപ്പോൾ അതിൻ്റെ കതിരും പതിരും തെളിച്ചപ്പോൾ നമ്മൾ ഇപ്പോൾ ചർച്ചകൾ ചെയ്യുന്നത് നിഷ്പക്ഷമായ ഒരു കാര്യം വിലയിരുത്തുമ്പോൾ ഇതിൻ്റെ കതിരും പതിരും തെളിച്ചറിയുക എന്നതാണ്. അപ്പം ഞാനതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരാശയമാണ്. ഒരു ആശയത്തെ അഡ്രസ്സ് ചെയ്യാൻ പല മാർഗങ്ങളുണ്ട്. രാഷ്ട്രീയ കക്ഷിയാകാം, സംഘടനകളാകാം, സന്നദ്ധ സേവന സമൂഹങ്ങളാകാം, പല രീതിയിൽ അതിനെ ചെയ്യാം. അതിൻ്റെ പൊളിറ്റിക്കൽ എക്സ്പ്രഷൻ ഇപ്പോഴും നിയമപരമായി നിലനിൽക്കുന്നു. അതിൻ്റെ നിയമസാധുത ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ നഷ്ടപ്പെടുമോ എന്ന രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ. അതിനുള്ള ഉപോത്ബലകമായ തെളിവുകളെക്കുറിച്ചാണ് പ്രധാനമായും ഈ ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത്. അങ്ങനെ വരുന്ന തെളിവുകൾ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വെച്ചു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ചൊക്കെ ഇവിടെ കാര്യമായി സംസാരിച്ചു. ഒരുപക്ഷെ ആക്ഷേപങ്ങൾ ഉണ്ടാകാം, രാഷ്ട്രീയമായി ഭരണകക്ഷി ദുരുപയോഗപ്പെടുത്തുന്നുണ്ടാകാം. ഇനി കോടതികളെ പോലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും ഇലക്ഷൻ കമ്മീഷനെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ദുരുപയോഗപ്പെടുത്തുന്നുണ്ടാകും. പക്ഷേ നിലവിൽ ED നൽകിയ ഒരു PMLA അനുസരിച്ച് ED കോടതിയിൽ നൽകിയ ചില വസ്തുതകൾ, ചില പേപ്പറുകൾ, അതിൻ്റെ നിയമവശം പരിശോധിച്ച് കോടതി തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന് മേലെ ഒന്നുമില്ല, അത് നിയമമായി മാറുകയാണ്. ആ രീതിയിൽ ഒരു നിരോധനത്തിലേക്കാണോ SDPI പോകുന്നത് എന്നതാണ് ഇപ്പോഴത്തെ പ്രബലമായ മറ്റൊരു കാര്യമുണ്ട് അജ്മൽ. മറ്റൊരു കാര്യമുള്ളത്, ED നൽകിയിരിക്കുന്ന ഈ വിവരങ്ങളെല്ലാം ഇത് PFI നിരോധനത്തിന് തൊട്ടു മുമ്പ് നടന്ന സംഭവങ്ങളാണ് അല്ലേ? കൂടുതലും അത് അങ്ങനെയാണ്, PFIയുടെ നിരോധനത്തിന് മുമ്പ് നടന്നതാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഈ രീതിയിലുള്ള സഹായം വാങ്ങിച്ചിട്ടുണ്ട്, അതാണല്ലോ ഇതിലേക്ക് പോകുന്നത്. അന്ന് നിരോധിത സംഘടന ആയിരുന്നില്ല PFI. മഞ്ജുഷേ, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്? ഇപ്പൊ ഇഡിയുടെ വിഷയത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ തന്നെ കൃത്യമായ ഡാറ്റ വെച്ചിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. കള്ളപ്പണ വേട്ടയുടെ കാര്യത്തിൽ 5297 കേസ് ED രാജ്യത്ത് രജിസ്റ്റർ ചെയ്തതിൽ വെറും 40 കേസ് മാത്രമാണ് 40 ആളുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. അത് മാത്രമല്ല 132 രാഷ്ട്രീയ പ്രവർത്തകരെ ED വേട്ടയാടിയിട്ടുണ്ട്. അതിൽ ശിക്ഷിക്കപ്പെട്ടത് ഒരാൾ മാത്രം. നമ്മളൊന്ന് ചരിത്രം എടുത്ത് നോക്കി. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന P. ചിദംബരം മുതൽ ഇപ്പോ കെജ്രിവാൾ, മനീഷ് സിസോദിയ, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, ഹേമന്ത് സോറൻ അടക്കമുള്ള വിവിധ ആളുകളെ വേട്ടയാടിയ ED സുപ്രീം കോടതി ഇപ്പൊ കഴിഞ്ഞ നിങ്ങൾ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളുടെ കേസിൽ കഴിഞ്ഞ 2 മാസം മുമ്പ് സുപ്രീം കോടതി അവർക്ക് 3 ആളുകൾക്ക് ജാമ്യം കൊടുത്തുകൊണ്ട് ഒരു വിധിയുണ്ട്. അതിൽ പറഞ്ഞേക്കുന്നത് EDയുടെ ഈ കള്ളപ്പണ ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മിനിമം ഒരു ചെക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും രേഖയോ പോലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ട് അവർക്ക് ജാമ്യം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് SDPIയുടെ പേരിൽ കെട്ടിവെക്കാനുള്ള ഗൂഢശ്രമം. അപ്പൊ ഇത് പ്രതിപക്ഷ കക്ഷികൾക്കെതിരെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കേന്ദ്രത്തിലെ BJPയുടെ ഫാഷിസ്റ്റ് ഭരണകൂടം, RSSന്റെ ഫാഷിസ്റ്റ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന വേട്ടയുടെ തുടർച്ചയാണ്. ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ഇപ്പൊ MK-ഫൈസി. പലതവണ സമൻസ് നൽകിയതാണ് എന്ന് പറയുന്നുണ്ടല്ലോ, അതിലെന്താണ് വാസ്തവം? അജ്മൽ MK-ഫൈസി ഒളിച്ചു നടക്കുകയായിരുന്നോ? ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ നടക്കുകയായിരുന്നോ? മഞ്ജുഷേ,
ഞാൻ അതിന് കുറച്ചു മുമ്പ് വ്യക്തമായ മറുപടി തന്നാണ്. ഒരു വർഷം മുമ്പ് MK ഫൈസിയെ ജനുവരി 3, 4, 5 തീയതികളിൽ കൃത്യമായി ED ഓഫീസിൽ ഹാജരായി മൊഴി കൊടുത്തു പോയതാണ്. പിന്നെ MK ഫൈസി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ പൊതുമണ്ഡലത്തിൽ സജീവമാണ്. സമരരംഗത്ത്, പാർട്ടി മീറ്റിങ്ങുകളിൽ, അതുപോലെ തന്നെ പ്രത്യക്ഷ പരിപാടികളിൽ. എന്നിട്ട് എന്തേ EDക്ക് അറിയാമല്ലോ, മൂപ്പര് വീട്ടിലാണ്. വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി ഡൽഹിക്ക് പോയതാണ്. എന്നിട്ട് എന്താ ഇത്രയും കാലം ED അറസ്റ്റ് ചെയ്യാതെ ഇരുന്നത്? കൃത്യമായി കോടതിയിൽ ഹാജരാവാൻ വേണ്ടി പോയ ആളെ അറസ്റ്റ് ചെയ്തിട്ട് ഒളിച്ചു താമസിക്കുക എന്ന് പറഞ്ഞാൽ എന്തർത്ഥമാണ് അതിനുള്ളത്? അതുപോലെ തന്നെ ഈ ലെറ്ററിന്റെ ആധികാരികത എന്താണ്? ഈ ഫൈസി സാഹബ് എന്ന് അഡ്രസ്സ് ചെയ്തിരിക്കുന്ന ലെറ്റർ, അത് ഈ പറയുന്ന എവിടെയാണ്? യൂണിറ്റി ഹൗസിൽ കോഴിക്കോട് നിന്ന് പിടിച്ചെടുത്തതായി പറയുന്ന കാര്യം, ഇതൊക്കെ ED കെട്ടിച്ചമച്ചു എന്നാണ് താങ്കൾ പറയുന്നത്? EDയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായി ഈ രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടെ വേട്ടയാടിയതിൽ ED വ്യാജരേഖ ചമച്ചും വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ചും ഒക്കെ തന്നെയാണ് ഈ രാജ്യത്ത് ED ഭരണകൂടത്തിന്റെ ഒരു വേട്ട സേനയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ EDയുടെ രേഖയിൽ ഞങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. EDയുടെ രേഖയും ഒന്നും വിശ്വാസയോഗ്യമല്ല സംഗതിയല്ല. അപ്പോ അതുകൊണ്ട് ED ഇപ്പോ കോടതിയിൽ ഇത് വരട്ടെ. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ IT ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ കൃത്യമായ രേഖകൾ കൊടുത്തിട്ട് അവർ കാലങ്ങളായിട്ട് SDPയുടെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പരിശോധിച്ചുകൊണ്ടിരുന്നിട്ട് ഇതുവരെ ഒന്നും കണ്ടെത്താത്ത SDPയുടെ പേരിൽ ഇതുവരെയും ഒരു തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളോ തീവ്രവാദ ബന്ധമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇത് കണ്ടെത്താത്ത ഒരു സംഗതിയിൽ ED ഇപ്പോ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു വേട്ടയുടെ ഭാഗമായിട്ടുള്ള കാര്യത്തില് SDPക്കെതിരെയും, അത് SDPക്കെതിരെ മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ കാലങ്ങളായിട്ട് പ്രതിപക്ഷ കക്ഷികളെ ഉൾപ്പെടെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് MK ഫൈസിയെയും ED ഇപ്പോൾ വേട്ടയാടിയിരിക്കുന്നത്. അത് ഫൈസി ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയത്തിന്റെ അതിനോടുള്ള വിയോജിപ്പാണ്. നമുക്കറിയാമല്ലോ, മുമ്പ് എം കൽകുപ്പിയും ഗോവിന്ദ് പൻസാരയും നരേന്ദ്ര ദബോൽക്കറയും അതുപോലെ തന്നെ ഗൗരി ലങ്കേഷിനെയും ഒക്കെ വിയോജിപ്പിന്റെ പേരിൽ വെടിവെച്ചു കൊന്ന സംവിധാനമാണ് RSSും BJP അടക്കമുള്ള ഫാഷിസ്റ്റ് കക്ഷികൾ. അപ്പോ വിയോജിപ്പുകൾ എല്ലാ കാലത്തും. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ EDയുടെ വിശ്വാസ്യത, കേരളത്തിലെ ഏറ്റവും വലിയ കള്ളപ്പണക്കാരൻ, ഹവാല ഇടപാടുകാരനായിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി 400 കോടിയിലധികം രൂപ K സുരേന്ദ്രൻ എന്ന BJP സംസ്ഥാന പ്രസിഡന്റ് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ അന്വേഷണ ഏജൻസി EDയെ ക്ഷണിച്ചു ആ വിഷയത്തിൽ. എന്താ ED ആ കേസ് ഏറ്റെടുക്കുക? കൃത്യമായ തെളിവുകളുണ്ട്. BJPയുടെ തൃശൂർ ഓഫീസ് മുൻ സെക്രട്ടറി അത് തിരൂർ സതീശൻ 3 തവണ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞു, ധർമ്മരാജൻ 9 കോടി രൂപ 3 ബാഗുകളിലാക്കി BJP ഓഫീസിൽ കൊണ്ടുപോയിട്ടു. BJP നേതാക്കൾ തന്നെ അത് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോഴാണ് അതൊരു കൊടകര കവർച്ച കേസായിട്ട് പുറത്തു വന്നത്. ഇതെല്ലാം അത് മാത്രമല്ല, അമിത്ഷായുടെ നേതൃത്വത്തിൽ RSSന്റെ ടീം അന്വേഷിക്കാൻ ആളെ വിട്ടു ഇതുപോലുള്ള കള്ളപ്പണത്തിന് വേണ്ടി. ഇതൊക്കെ നടന്നിട്ടും ED ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കിയോ? എത്ര കൊടുങ്ങല്ലൂരിൽ കള്ളനോട്ടടിച്ചു BJPയുടെ മണ്ഡലം പ്രസിഡന്റ്, യുവമോർച്ച നേതാവ്. എന്നിട്ട് കള്ളപ്പണ ഇടപാട് നടത്തി. ED ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കിയോ? നിരപരാധികളെ വേട്ടയാടുക, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം. പക്ഷേ ഇതിനകത്ത് EDയുടെ ഉദ്ദേശശുദ്ധിയിലും ഒക്കെ സംശയമുണ്ട്. പക്ഷേ എന്നാലും നിങ്ങളിങ്ങനെ PFIയുമായിട്ട് ഒരു ബന്ധവും അല്ലല്ല, പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾ പറയുന്നുണ്ട്. അജ്മൽ EDയുടെ കാര്യം ശരി തന്നെയാണ്. അല്ല, ഏത് സർക്കാരാണോ കേന്ദ്ര ഏജൻസികളെ നിയന്ത്രിക്കുന്നത് ആ സർക്കാരിന്റെ ചില ലക്ഷ്യങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. പക്ഷേ ഇവിടെ നിങ്ങൾ ഈ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനാണ് പ്രശ്നം. PFIയുമായിട്ട് ഒരു ബന്ധവുമില്ല SDPIക്ക് എന്ന് പറയുമ്പോൾ ഈ നിരോധനത്തിന് മുൻപ് ഏതൊക്കെ രീതിയിലാണ് PFIയും SDPIയും ചേർന്ന് പ്രവർത്തിച്ചത് എന്ന് കേരളീയ പൊതുസമൂഹത്തിന് എന്തായാലും അറിയാം. എന്നിട്ട് നിരോധനം കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന്. സ്ലീപ്പർ സെല്ല് എന്ന രീതിയിലല്ല, പരസ്യമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടന എന്ന രീതിയിൽ തന്നെയാണ് SDPIയെ പൊതുസമൂഹം കാണുന്നത്. PFIയുടെ അതിൽ സംശയമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ എത്രമാത്രം അക്കാര്യത്തിൽ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും. മഞ്ജുഷേ, ഇവിടെ PFI ഉണ്ടായിരുന്നപ്പോഴും അത് ഇല്ലാത്തപ്പോഴും ഒക്കെ SDPIക്ക് ഒറ്റ വാക്കേ ഉണ്ടായിരുന്നുള്ളൂ. SDPI ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിന് ഞങ്ങൾക്ക് ഒരു മറയുടെയും ആവശ്യമില്ല. പൊതുസമൂഹത്തിന് കാര്യങ്ങൾ നന്നായിട്ട് അറിയാം. SDPI കഴിഞ്ഞ കാലങ്ങളായിട്ട് ഇവിടെ ഇടപെട്ടുകൊണ്ടിരുന്ന രാഷ്ട്രീയ വിഷയങ്ങളും ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതും ഒക്കെ തന്നെ കൃത്യമായി SDPIയുടെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം.
അതുകൊണ്ട് തന്നെ അതിന്റെ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാരണം ഈ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളുടെ ഭരണഘടനാപരമായ മൗലിക അവകാശമാണ്. അത് എല്ലാ ആളുകൾക്കും സ്വതന്ത്രമായി ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് SDP പ്രവർത്തിക്കുന്നത്. അതിനെ നിങ്ങൾക്ക് ഏതെങ്കിലും ആലയത്തിൽ കൊണ്ട് കെട്ടാനുള്ള നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ വ്യഗ്രതപ്പെടുന്നത്? എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ SDP-ക്കെതിരെ കൃത്യമായ എന്തെങ്കിലും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ തെളിവുകളുടെ കൊണ്ടുവരി. ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുമ്പല്ലേ നമ്മുടെ പാകിസ്ഥാന് വിവരങ്ങൾ, ISIക്ക് വിവരങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ നടക്കും ഒരു മലയാളി അടക്കം 3 പേരെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് അറസ്റ്റ് ചെയ്തിട്ട് എന്ത് ചർച്ചയാണ് ഇവിടെ ഉണ്ടായത്? അതെന്താ? അതിന്റെ ബന്ധങ്ങൾ, ട്രെയിൻ അട്ടിമറി സംഭവം പുനലൂരില് അങ്ങനെ സംഭവം, അതിന്റെ ഒന്നും തീവ്രവാദ ബന്ധമോ ഭീകരവാദ ബന്ധമോ നിങ്ങൾ ന്യൂസ് 18 പോലും ചർച്ച ചെയ്തിട്ടില്ലല്ലോ മഞ്ജുഷേ. RSS രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങളും ലക്ഷണമൊത്ത ഒരു ഭീകര സംഘടന എന്ന രീതിയിൽ കൊലകളും കൊള്ളകളും ബലാത്സംഗങ്ങളും അതുപോലെ തന്നെ ആൾക്കൂട്ട കൊലപാതകങ്ങളും അടക്കം ഗാന്ധിയെ വരെ കൊന്ന ആ RSS ഇവിടെ ഒരു പക്ഷത്ത് ഇവിടുത്തെ ഭീകരത ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ ആ RSSന് അടിമപ്പെടാതെ, അടിമത്തം പേരാതെ അതിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന പ്രതിരോധത്തിന്റെ രാഷ്ട്രീയം ഉയർത്തുമ്പോ അതിനെതിരെ ഭരണകൂടം വേട്ടയുമായിട്ട് വരുമ്പോ അതിനെ മാത്രം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ SDP-യെ കോർണറൈസ് ചെയ്യാൻ നിങ്ങൾ എന്തിനാണ് വികേതപ്പെടുന്നത്? അല്ലല്ല, അത് നിരവധി ഉദാഹരണങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. നിരവധി ഉദാഹരണങ്ങൾ ഉള്ളതുകൊണ്ടാണ്. നിരവധി ഉദാഹരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് കോർണർ ചെയ്യലല്ല. അല്ല, അധ്യാപകന്റെ കൈവിട്ട് കേസൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അധ്യാപകന്റെ കൈവിട്ട് കേസൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ശ്രീ അജ്മൽ ഇസ്മായിൽ അങ്ങനെ വെളുപ്പിക്കേണ്ട ഒരു സംഘടനയൊന്നുമല്ല SDP കൈവെട്ടിയോ മഞ്ജുഷ? SDP ഏത് കൈവെട്ടി എന്ന് പറയുന്നത്? നിങ്ങൾ കോടതി രേഖകളെടുത്ത് പരിശോധിക്ക്. SDP-ക്കെതിരെ എന്തെങ്കിലും ആരോപണം കോടതികൾ പറഞ്ഞിട്ടുണ്ടോ? അല്ല, കൈവെട്ട് കേസിലെ പ്രതിയായിരുന്നു മഞ്ജുഷെ. വാഴക്കുളത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് തെരഞ്ഞെടുത്ത് SDP-കാരൻ ജനപ്രതിനിധിയായിട്ട് തന്നെ വന്നിട്ടുണ്ടല്ലോ. ഒരു ജനപ്രതിനിധി തന്നെ ഉണ്ടല്ലോ. കൈവെട്ട് കേസിലെ പ്രതിയായിരുന്നില്ലേ? ആരെയാണ് അജ്മലെ ഈ പൊട്ടനാക്കാൻ നിങ്ങൾ നോക്കുന്നത്? നിങ്ങൾ ആരെയാണ് മണ്ടന്മാരാക്കാൻ നോക്കുന്നത്? കേരള ഹൈക്കോടതിയിൽ 2 തവണയാണ് കേരള ഹൈക്കോടതിയിൽ 2 തവണയാണ് കേരള സർക്കാർ SDP-യെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഭീകരവാദ സംഘടനയാണെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. കേരള സർക്കാർ കേരള ഹൈക്കോടതിയിൽ 2 തവണയാണ് SDP-യെയും പോപ്പുലർ ഫ്രണ്ട്, അന്ന് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദ സംഘടനയാണെന്ന് പറഞ്ഞപ്പോ നിങ്ങളൊക്കെ പോപ്പുലർ ഫ്രണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ രംഗത്ത് വരികയാണ് ചെയ്തേ. കേരള സർക്കാർ 2 തവണ, BJP-യുടെ സർക്കാരല്ല സർ, LDF-ന്റെ സർക്കാരല്ല സർ, UDF-ന്റെ സർക്കാർ 2 തവണ ഇവിടെ SDP-യും പോപ്പുലർ ഫ്രണ്ടും ഭീകര സംഘടനകളാണെന്ന് അഫിഡാവിറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ആരെയാണ് ഈ മുഴുവൻ ജനങ്ങളെയും മണ്ടന്മാരാക്കാൻ നോക്കുകയാണോ? മുഴുവൻ ജനങ്ങളെയും, രാജ്യം മുഴുവൻ തീവ്രവാദ പ്രവർത്തനങ്ങൾ, രാജ്യം മുഴുവൻ അട്ടിമറി പ്രവർത്തനങ്ങൾ, വിദേശ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുക, IS-ലേക്ക് റിക്രൂട്ട് ചെയ്യുക, പരിശീലന ക്യാമ്പുകൾ നടത്തുക, ഇതെല്ലാം ചെയ്തുകൊണ്ട് രാജ്യത്തെ അട്ടിമറിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഈ രാജ്യത്തെ ഭരണ ഏജൻസികൾ, അന്വേഷണ ഏജൻസികൾ നിങ്ങളെ കുറ്റക്കാരായി കണ്ടെത്തി നിങ്ങളെ നിരോധിച്ചു. നിങ്ങളെ 5 വർഷം നിരോധിച്ചു. നിങ്ങൾ സുപ്രീം കോടതി പറഞ്ഞു ഹൈക്കോടതി പോയി. നിങ്ങളുടെ ആളുകൾക്ക് ജാമ്യം കൊടുത്തു ചില കോടതികൾ. അവരുടെ ആ ജാമ്യം തള്ളിക്കളഞ്ഞു സുപ്രീം കോടതി. നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഈ രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഭീകര ശക്തികളാണ്. നിങ്ങൾക്ക് താലിബാനുമായിട്ട് ബന്ധമുണ്ട്, നിങ്ങൾക്ക് ലഷ്കർ തൊയ്ബയുമായിട്ട് ബന്ധമുണ്ട്, നിങ്ങൾ ISIലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സ്ഥാപനമാണ്, പാർട്ടിയാണ്. എന്നിട്ടും നിങ്ങൾ ഈ നാട്ടുകാരെ മുഴുവൻ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് RSS എന്ന് 4 നേരം വിലപിച്ചിട്ടൊന്നും കാര്യമില്ല. RSS 100 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ഈ രാജ്യത്തെ ജനങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 4 മെമ്പർമാര്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കൈവെട്ട് കേസിലെ പ്രതിയെ ജയിപ്പിച്ച നാടാണിത് കേരളം. അതുകൊണ്ട് നിങ്ങൾ 4 മെമ്പർമാരെ ജയിപ്പിച്ചു എന്നുള്ളതിന്റെ മസില് കാണിച്ചൊന്നും കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട, ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മുട്ടുമുണ്ട് അഴിഞ്ഞു വീണിരിക്കുകയാണ് അജ്മൽ. നിങ്ങൾ പെരുവഴിയിൽ നഗ്നനായിരിക്കുകയാണ്. നിങ്ങളുടെ കള്ളത്തരം പൊളിഞ്ഞിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് അന്വേഷണ ഏജൻസികൾ കൃത്യമായി വിവരം നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ സാധ്യമല്ല. ഇത് വളരെ കൃത്യമായിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് പണം കൊടുത്തിരിക്കുന്നു. ഫൈസി സാഹിബ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്താണ്. ഫൈസി സാഹിബ് ആരാണ് സർ? SDP-യുടെ പ്രസിഡന്റ് അല്ലേ? ഫൈസി സാഹിബിനെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള കത്ത് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ കാൻഡിഡേറ്റിനെ നിശ്ചയിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്
പറഞ്ഞില്ലേ? എന്നിട്ട് നിങ്ങളിവിടെ ഒന്ന് ന്യായീകരിക്കുന്നു. ശരി ശരി, അജ്മൽ പറഞ്ഞോളൂ, അജ്മൽ പറഞ്ഞോളൂ. ഇതെല്ലാം ഉള്ളതാണല്ലോ. ഈ ഡോക്യുമെന്റുകളൊക്കെ കള്ളമാണെന്ന് ഒറ്റയടിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ ഫൈസി എന്ന് പറയുന്നയാൾ നിങ്ങളുടെ ദേശീയ പ്രസിഡന്റ് PFIയിൽ നിന്ന് ഫണ്ട് മേടിച്ചിട്ടുള്ള കാര്യവും അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിനെ നിശ്ചയിക്കുന്നതിൽ ഫൈസി സാഹിബ് എന്ന ആൾക്ക് അല്ല PFIയിൽ നിന്ന് നിർദ്ദേശം കിട്ടിയ കാര്യവും ഇതെല്ലാം നിങ്ങൾ ഇല്ല എന്ന് ഒറ്റയടിക്ക് പറഞ്ഞൊഴിയാൻ കഴിയുകയില്ല. പറഞ്ഞു, താങ്കൾ പറഞ്ഞോളൂ. മഞ്ജുഷേ, RV ബാബു ഇവിടെ പുരമ്പുന്ന സ്വബോധം നഷ്ടപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അനസിനെ കുറ്റക്കാരനല്ല എന്ന് കണ്ടിട്ട് പ്രൊഫസർ അനസ് എന്ന് പറയുന്ന വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറിനെ കുറ്റക്കാരനല്ല എന്ന് കണ്ട് വെറുതെ വിട്ടത് NIA കോടതിയാണ്. NIAയുടെ വിചാരണ കോടതിയാണ്. വെറുതെ വിട്ടതാണ് ആ കേസിൽ. പിന്നെ വെറുതെ എന്തിനാ പറയുന്നത്? ഇനി RV ബാബു പറയുന്ന IS-ന്റെയും അതുപോലെ തന്നെ പ്രവർത്തനത്തിന്റെയും ബന്ധത്തിന് നിങ്ങളെ ഭരണകൂടമല്ലേ കൊണ്ടുവരട്ടെ. അതേസമയം പാകിസ്ഥാനിലെ ISI രാജ്യത്ത് പ്രവർത്തനം നടത്തിയത് ഇവിടെ RSSന്റെ ഇന്ദ്രേഷ് കുമാറും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ രാജ്യത്ത് വിധ്വംസ പ്രവർത്തനം നടത്തിയ ഹേമന്ത് കർക്കറെ അടക്കം മുംബൈ ആക്രമണത്തിലൂടെ കൊന്നത് RSS ആണ്. കാവി ഭീകരത മഹാരാഷ്ട്ര ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ തലവൻ ഈ രാജ്യത്ത് പുറത്തു കൊണ്ടുവന്നപ്പോ ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു ഇവിടെ കാവി ഭീകരതയാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ആ ഹേമന്ത് കർക്കറെ അടക്കം വധിച്ച നിങ്ങളാണ് പറയുന്നത് പാകിസ്ഥാന്റെ ISI ബന്ധവുമായിട്ട് ഇവിടെ ഈ രാജ്യത്ത് തെളിയിക്കപ്പെട്ടപ്പോഴാണ് നിങ്ങൾ ആ ഹേമന്ത് കർക്കറെ കൊന്നത്, രാഷ്ട്രപിതാവിനെ കൊന്നവര്. എന്നിട്ട് RV ബാബു ഇവിടെ ഇരുന്നിട്ട് വെറുതെ ഭയങ്കര ജനാധിപത്യത്തിന്റെ വർത്തമാനം പറയുന്നു. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ലക്ഷണമൊത്ത ഭീകര സംഘടനയുടെ തലപ്പത്തിരുന്ന് വന്നിട്ട് ബാക്കിയുള്ളവരുടെ മേല് ഭീകരവാദം ആലോചിപ്പിക്കാൻ താങ്കൾക്ക് എന്ത് ന്യായമാണുള്ളത്? ഇന്ത്യ രാജ്യത്ത് സ്വതന്ത്രമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ഇവിടുത്തെ ഭരണകൂടം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന നാട്ടിലെ കേരള ഹൈക്കോടതി നിങ്ങൾ ഒരു എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷനാണെന്ന് പറഞ്ഞു. കേരള ഹൈക്കോടതി നിങ്ങൾ ഒരു തീവ്രവാദ സംഘടനയാണെന്ന് പറഞ്ഞു. കേരള ഹൈക്കോടതിയിൽ കേരള സർക്കാർ 2 തവണ നിങ്ങളുടെ തീവ്രവാദ സംഘടനയാണെന്ന് പറഞ്ഞു. RSSനെ കുറിച്ച് ഒരു കോടതിയിൽ ഒരു സർക്കാരും തീവ്രവാദ സംഘടനയാണെന്ന് പറഞ്ഞിട്ടില്ല. സാർ, നിങ്ങൾ പോയി അന്വേഷിക്കുക. നിങ്ങൾ ആദ്യം ചരിത്രം പഠിക്കുക. അങ്ങനെ പറഞ്ഞിട്ടില്ല. ശരി ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ഇത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ലേബലാണല്ലോ SDPIക്ക് ഇപ്പോഴും പ്രതിരോധത്തിന് സഹായമാകുന്നത് രാഷ്ട്രീയ പാർട്ടി എന്ന ലേബലാണല്ലോ. പക്ഷെ ഇവിടെ തീവ്രവാദ ബന്ധം എന്ന് കേന്ദ്ര ഏജൻസി പറയുകയാണ്. വരാൻ പോകുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ്. SDPI എപ്പോഴും ശക്തി കാണിക്കാൻ അവർ ഒരുങ്ങിയിരിക്കുന്നത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിലാണ്. കൂട്ടുകെട്ടുണ്ടാക്കുവാനും അവിടെ ഇടത് വലത് മുന്നണികൾ SDPIയുമായി കൂട്ടുകെട്ടുണ്ടാക്കാനും തയ്യാറാകും. പക്ഷെ ഇവിടെ ഈ തീവ്രവാദ ബന്ധം എന്നുള്ള ലേബൽ ഇപ്പോൾ ഈ PFIയുടെ പേര് പറഞ്ഞുകൊണ്ട് വന്നതോടുകൂടി SDPIയെ മാറ്റി നിർത്തേണ്ട ഒരാവശ്യം വന്നിരിക്കുകയാണോ അല്ലയോ? തീർച്ചയായിട്ടും തീവ്രവാദ ബന്ധമുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രസ്ഥാനവുമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊന്നും കൂട്ടുകൂടുന്നതല്ല. അതിന് യാതൊരു തർക്കവുമില്ല. 2827 രജിസ്റ്റേർഡ് പാർട്ടികൾ ഇന്ത്യയിലുണ്ട് 2024 കണക്കനുസരിച്ച്. അപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടുകയോ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടുകയോ ഭാരതത്തിന്റെ അഖണ്ഡതയും ഭാരതത്തിന്റെ ഭരണഘടനയ്ക്കും വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് നിരോധിക്കാം, ഇലക്ഷൻ കമ്മീഷൻ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. പക്ഷെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2018 മാർച്ച് മാസത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഹോം ഡിപ്പാർട്ട്മെന്റ് സുപ്രീം കോടതി ഒരു സത്യാവാങ്മൂലം കൊടുത്തൊരു കേസുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റിനെ, ദേശീയ പ്രസിഡന്റോ അല്ലെങ്കിൽ സെക്രട്ടറിയോ ഏതെങ്കിലും ഒരു കേസിൽ ശിക്ഷിച്ചാൽ പോലും ആ രാഷ്ട്രീയ പാർട്ടിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റും. സുപ്രീം കോടതി ചോദിച്ചതിന് മറുപടിയായിട്ട് കേന്ദ്ര ഗവൺമെന്റ് സത്യാവാങ്മൂലത്തിൽ പറയുന്നത് അങ്ങനെ പ്രൊവിഷൻ ഇല്ല. അങ്ങനെ നമ്മുടെ ഭരണഘടനയിലോ നമ്മുടെ ആർട്ടിക്കിളിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും പറയുന്നില്ല. ദേശീയ പ്രസിഡന്റ് ശിക്ഷിച്ചാൽ പോലും ആ പാർട്ടിയിലേക്ക് ആ കുറ്റം പോകുന്നില്ല. അപ്പൊ ഇവിടെ SDPIയുടെ ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുന്നു. ഒരുപക്ഷെ നാളെ അദ്ദേഹത്തെ ശിക്ഷിച്ചേക്കാം. പക്ഷെ അദ്ദേഹത്തെ കാണിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ ആ പാർട്ടി നിരോധിക്കാനല്ല പോകുന്നത്. പാർട്ടി നിരോധിക്കണം എന്നുണ്ടെങ്കിൽ പാർട്ടി മൊത്തത്തിൽ ഈ പറഞ്ഞ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തണം. അപ്പോൾ ഒരു പ്രസിഡന്റ് ഒരു സെക്രട്ടറി നാളെ ഇപ്പോൾ ഇരിക്കുന്ന ഫൈസിൽ അദ്ദേഹം ഒരു ദേശവിരുദ്ധ പ്രവർത്തനം നടത്താം. അത് SDPIയുടെ നിരോധനത്തിലേക്ക് പോകില്ല. SDPIയുടെ നിരോധനത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ പ്രസ്ഥാനം മൊത്തത്തിൽ PFI ചെയ്തതല്ല. PFI നമുക്കറിയാം ചില കൊലപാതകങ്ങളും
ദേശവിരുദ്ധ പ്രവർത്തനങ്ങളും വിദേശത്തുനിന്ന് അനധികൃതമായിട്ട് പണം വാങ്ങിക്കുകയും ആ പണം മറ്റു രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്തു. അത് ISS ചെയ്തിട്ടുണ്ട്. നേരത്തെ മധുരയ്ക്കെതിരെയുള്ള ആരോപണമൊക്കെ അതായത്. പക്ഷേ ആ നിരോധിച്ച PFIയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നു SDPI എന്നാണ് ഇപ്പോൾ ഈ കേന്ദ്ര ഏജൻസിയുടെ കണ്ടെത്തൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ചുവട് പിടിച്ചുള്ള അന്വേഷണമായിരിക്കുമല്ലോ വരാൻ പോകുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഏജൻസിയുടെ കണ്ടെത്തല്. അതെ, ആ പണം SDPI കിട്ടിയെന്നുമുണ്ട്. അവസാനം പറയുന്നത് 61.72 കോടി രൂപ. അല്ല, അത് തെളിയിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ്. ഈ പണം കൊടുത്തു എന്നുള്ള റിപ്പോർട്ട് മാത്രം കോടതി അംഗീകരിക്കൂ. കോടതിയിൽ ഞാൻ പറഞ്ഞില്ല, കോടതിയിൽ ഒരു 90-95% കേസുകൾ എവിഡൻസ് ഇല്ലാതെ തള്ളിപ്പോവുകയാണ്. എന്നെ ഒരു കേസിൽ പ്രതിയാക്കിയാൽ എനിക്കെതിരെ കോടതിയിൽ പോലീസ് കൊണ്ടുവരും. പക്ഷെ കോടതിയിൽ അത് തെളിയിക്കണം. പ്രൂവ്ഡ് ബിയോണ്ട് ഡൗട്ട് എന്നാണ് പറയുന്നത്. സംശയമില്ലാതെ ആ കേസ് തെളിഞ്ഞെങ്കിൽ മാത്രമേ പ്രതി കുറ്റവാളിയാകുന്നു. അതായത് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ അടിസ്ഥാനം തന്നെയാണ്. 99% തെളിവ്, 1% സംശയമുണ്ട്. ബലദേവ് എല്ലാ കേസിലും അങ്ങനെയല്ലേ? എല്ലാ കേസും അതാണ് ഞാൻ പറയാം. അങ്ങനെയാണ് ഇപ്പൊ ഈ SDPIയുടെ അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ ചർച്ച ചെയ്യുമ്പോ കോടതിയുടെ വിധി വരുന്നതിന് മുമ്പ് നമ്മൾ എല്ലാ കേസുകളെ കുറിച്ചും ചർച്ച ചെയ്യാറില്ലേ? ആ കേസിന്റെ മെറിറ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യാറില്ലേ? ആ കേസ് അതിന്റെ ഡോക്യുമെന്റ്സ്, അതിന്റെ സപ്ലിമെന്ററി എവിഡൻസ് അതൊക്കെ വെച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യാറില്ലേ? അല്ല, ഇപ്പം ബഹുമാനപ്പെട്ട അന്തിമമായിട്ട് ഇല്ല, ട്രയലുമായില്ല. കേസ് അങ്ങനെയാണ്, ചിദംബരത്തിനെതിരായിട്ടുള്ള കേസ് അങ്ങനെയാണ്, നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർക്കെതിരെയുള്ള ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ഒരു വാചകം പറഞ്ഞോട്ടെ. ഇപ്പോൾ ബഹുമാനപ്പെട്ട RVO ഇപ്പൊ കൊടുത്തിരിക്കുന്നത് ഒരു പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ്, ഫൈനൽ റിപ്പോർട്ടല്ല. ആ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ PML ആക്ടിന്റെ നിയമം അനുസരിച്ച് മാസങ്ങളോളം പ്രതി ജയിലിൽ കിടക്കാം. UAP ആണെങ്കിൽ ജാമ്യമില്ലാതെ പ്രതി ജയിലിൽ കിടക്കാം. നമുക്കറിയാം, ഡൽഹി മുഖ്യമന്ത്രിയും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയൊക്കെ എത്രയോ മാസങ്ങൾ കിടന്നു. പക്ഷെ അവസാനം സുപ്രീം കോടതി പറഞ്ഞെന്തെന്നറിയോ? ബെയിൽ ഈസ് എ റൂൾ, ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹേമന്ത് സോറന് ജാമ്യം കൊടുത്തത്. കാര്യം ജാമ്യം ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രതിയെ അനാവശ്യമായിട്ട് ഇടതുപക്ഷത്തിന്റെ ഒരു നിലപാട് ഇക്കാര്യത്തിലുണ്ടല്ലോ. ശ്രീ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ ഇടതുപക്ഷത്തിന്റെ ഒരു നിലപാടിൽ നിന്ന് താങ്കൾ ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണ്. ന്യൂനപക്ഷ വർഗീയതയും എതിർക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു നിലപാടുണ്ടല്ലോ. അവിടെ SDPIയുമായിട്ട് അകൽച്ച വേണമെന്ന് പരസ്യമായിട്ട് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. രഹസ്യമായിട്ട് തീർച്ചയായിട്ടും വസ്തുതാപരമായ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. അല്ല ബൽദേവ് സച്ചിദാനന്ദൻ അത് ക്ലിയർ ആക്കി പോകും. താങ്കൾ പറഞ്ഞത് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കൊടുത്തതിന്. അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കൊടുത്തത് എന്താ? ഇലക്ഷൻ പ്രചരണത്തിന് ജയിലിലേക്ക് പോകണ്ടല്ലോ. മനീഷ് സിസോദിയ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ജാർഖണ്ഡിൽ മുൻ മുഖ്യമന്ത്രിക്ക് ജാമ്യം കൊടുത്തപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ വാചകം കേജ്രിവാളിന് ജാമ്യം കൊടുത്ത ഞാൻ പറഞ്ഞില്ല. ഹേമന്ത് സോറിന് ജാമ്യം കൊടുത്തുകൊണ്ടാണ് ഞാനതാണ് പറഞ്ഞത്. അതുകൊണ്ട് ജാമ്യം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും അർഹതപ്പെട്ടതാണ്. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ചർച്ചാ വിഷയമാകും. ED ഇനി എന്തെല്ലാം തെളിവുകളുമായിട്ട് PFIക്ക് പിന്നാലെ SDPIയെയും പൂട്ടാനുള്ള നീക്കമാണോ കേന്ദ്ര ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: SDPIയെ നിരോധിക്കാനോ കേന്ദ്ര അന്വേഷണം? അതേ എന്ന് 82% പ്രേക്ഷകർ, അല്ല എന്ന് 12%. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി.